കർത്താവേ സ്വത്രം പീഡിതരെ ഇന്ന് രാത്രികാലം സ്വതന്ത്രമാക്കട്ടെ. എല്ലാ പ്രതിബന്ധ ശക്തികളെയും ഇന്ന് രാത്രി കർത്താവെ ഉടച്ചു കളയത്തക്കണ ഒരു അഭിഷേകം അവിടുത്തെ ദാസിയുടെ നാവിൽ കർത്താവ് പകർന്ന് ബലപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവ് ഞങ്ങളോട് ഇന്ന് പകൽ വ്യക്തമായി ഈ രാത്രി സംസാരിക്കണമെന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. കൂടെ ഇരുന്ന് സഹായിക്കണം, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥനയായിട്ട് കർത്താവിന് കരങ്ങൾ ഉയർത്തി മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. കർത്താവ് സഹായിക്കട്ടെ. ഞങ്ങളുടെ ചർച്ചിലെ പാസ്റ്ററാണ് കർത്താവിന്റെ ദാസൻ രാജേഷ് ജോസഫ്. കർത്താവിന്റെ ദാസൻ ഇന്ന് രാത്രി ഞങ്ങളുടെ മധ്യയിലായിരിക്കുന്നു. വളരെ സന്തോഷം. പ്രാർത്ഥിച്ചതിന് ഒത്തിരി ദൈവം മാനിക്കുമാറാകട്ടെ. കർത്താവിന്റെ അതിപരിശുദ്ധമേറിയ നാമം ഇന്ന് രാത്രികാലവും വാഴ്ത്തപ്പെടുമാറാകട്ടെ. രഹബോത്ത് ഇന്റർനാഷണൽ മിനിസ്ട്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന എല്ലാ ചൊവ്വാഴ്ചകളിലും നടക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട നല്ല കൂട്ടായ്മയിലേക്ക് ഇന്ന് രാത്രികാലം കടന്നു വന്ന എല്ലാ അനുഗ്രഹിക്കപ്പെട്ട കർത്താവിന്റെ ദാസന്മാർ, ദൈവതരം, ദൈവദാസിമാർ എല്ലാവർക്കും യേശുവിന്റെ നാമത്തിലുള്ള വന്ദനത്തെ, സ്നേഹത്തെ അറിയിക്കുന്നു. കർത്താവിന്റെ ദാസൻ അതോടൊപ്പം തന്നെ സഹോദര കർത്താവിന്റെ ദാസൻ ഇ.ജി. ജെയിംസ്, കർത്താവിന്റെ ദാസൻ സജു എബ്രഹാം, കർത്താവിന്റെ ദാസൻ രാജേഷ് ജോസഫ്, കർത്താവിന്റെ ദാസൻ അനിൽ ജോർജ് പാസ്റ്റർ, കർത്താവിന്റെ ദാസൻ പോൾ വാസുദേവൻ ഡൽഹി, കർത്താവിന്റെ ദാസൻ ഷാജി വി എബ്രഹാം, അങ്ങനെ ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്ന എല്ലാ അനുഗ്രഹിക്കപ്പെട്ട കർത്താവിന്റെ ദാസന്മാർ, ദാസിമാർ, സഹോദരം എല്ലാവർക്കും യേശുവിന്റെ നാമത്തിലുള്ള വന്ദനത്തെയും സ്നേഹത്തെയും തരണത്തെ രേഖപ്പെടുത്തുന്നു. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആരെയും പേര് വിട്ടുപോയിട്ടെങ്കിൽ ദയവായി ക്ഷമിക്കുക. എനിക്ക് അല്പമാകുന്ന നെറ്റിന്റെ പ്രശ്നമുണ്ട്. കാലാവസ്ഥ വളരെ പ്രതിസന്ധിയാണ്. സഹോദരൻ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. വളരെ പ്രതീക്ഷയോടെ തികഞ്ഞ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. പ്രശ്നങ്ങൾ നിറഞ്ഞ, പ്രതിസന്ധികൾ നിറഞ്ഞ ദിനരാത്രങ്ങളാണല്ലോ നമ്മുടെ മുന്നിലൊക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിന്റെ നടുവിലെല്ലാം കർത്താവിന്റെ ആത്മാവ് നമ്മളെ ധൈര്യത്തോടെ, ബലത്തോടെ, ശക്തിയോടെ ദൈവം കൂടെയുണ്ടെന്ന് പറഞ്ഞ് നിർത്തുന്ന ദൈവത്തിന്റെ അസാധാരണമാകുന്ന സ്നേഹത്തെ ഓർത്ത് കർത്താവിന് നന്ദി പറയുന്നു. വിശേഷാൽ കർത്താവിന്റെ ദാസൻ അനിൽ ജോർജ് പാസ്റ്റർ, അതോടൊപ്പം തന്നെ ഇന്ന് രാത്രികാലം നമ്മുടെ മധ്യയിൽ ശുശ്രൂഷിക്കുന്ന കർത്താവിന്റെ ദാസി സുലു ശങ്കർ, സഹോദരി, ഇതെല്ലാം നമ്മളെല്ലാ രഹബോത്ത് ഇന്റർനാഷണൽ മിനിസ്ട്രിയുടെ ഒരു ഫാമിലിയുടെ ഭാഗവത്താണ്. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ ദാസിയെ ഞാൻ ഇന്നാണ് വിളിച്ചു പറഞ്ഞത്. അപ്പോൾ തന്നെ കുഴപ്പമൊന്നുമില്ലാതെ കർത്താവിന്റെ ദാസി അതെല്ലാം ജോയിൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. കർത്താവിന്റെ ദാസികളുടെ നന്ദി, സ്നേഹം അറിയിക്കുന്നു. അപ്പോൾ തന്നെ 1-ാം തീയതി മുതൽ 7-ാം തീയതി വരെ അനുഗ്രഹിക്കപ്പെട്ട 7 ദിനക്കാല ഉപവാസ പ്രാർത്ഥനയുണ്ടല്ലോ. നിങ്ങൾ ഇന്ന് തൊട്ട് ആ ഉപവാസത്തെ ഓർത്ത്, പ്രാർത്ഥനയെ ഓർത്ത് പ്രാർത്ഥിക്കുക. വളരെ പ്രതീക്ഷയോടെ, തികഞ്ഞ പ്രാർത്ഥനയോടെ നാം ദൈവസേനയിലായിരിക്കുമ്പോൾ കർത്താവിന്റെ ദാസി സുലു ശങ്കർ കർത്താവിന്റെ ദാസിയെ വളരെ ആദരവോടെ, വളരെ സ്നേഹത്തോടെ കരം തട്ടി നമുക്ക് ദൈവസേനയെ സ്വീകരിക്കാൻ. കർത്താവിന്റെ ദാസിയെ ഞങ്ങളുടെ മധ്യയിൽ ശുശ്രൂഷിച്ചാൽ ശബ്ദം കേൾക്കാമെന്ന് വിശ്വസിക്കുന്നു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വിശുദ്ധാത്മാവിന്റെ വലിയൊരു സാന്നിധ്യം നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ഈ ക്ഷണത്തിൽ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. നെറ്റിന്റെ ആയിട്ടൊക്കെ ബുദ്ധിമുട്ടുണ്ട്. മഴയുടെ കാലാവസ്ഥ, മഴ നല്ലതായിട്ട് പെയ്തുകൊണ്ടിരിക്കുന്നു, ഇടയ്ക്ക് നിൽക്കുന്നു. എങ്കിലും ഞാൻ കർത്താവ് ദൈവകൃപയാൽ ജോയിൻ ചെയ്യാൻ ദൈവം കൃപ തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ആമേൻ. കടന്നു വന്ന എല്ലാവർക്കും, എന്നെ ക്ഷണിച്ച കർത്താവിന്റെ ദാസൻ പാസ്റ്റർ അനി ബേബി, കുടുംബം, ആമേൻ, ദേവദാസൻ പറഞ്ഞിരിക്കുന്ന എല്ലാ ദേവദാസന്മാർക്കും, ദേവദാസിമാർക്കും, എന്റെ സഹോദരങ്ങൾക്കും എല്ലാവർക്കും വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹം, വന്ദനത്തെ അറിയിക്കുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാവരും സന്തോഷമുള്ളവരാണ് ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. ഞാൻ പുതിയൊരു വ്യക്തിയല്ല. നിങ്ങളുടെ ഒരു ഹല്ലേലൂയ രഹബോത്ത് ഇന്റർനാഷണൽ മിനിസ്ട്രിയോട് കൂടെ തന്നെ നിൽക്കാൻ ദൈവം എന്നെ സഹായിച്ചുണ്ടെങ്കിൽ സമയങ്ങളൊക്കെയും ലഭിക്കുമ്പോഴൊക്കെയും നിങ്ങളുടെ കൂടെ ആയിരിക്കുന്നത് എന്റെയും ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമാണെന്ന് നിശ്ചയമായി ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് മീറ്റിംഗ് ഒന്നും ഇല്ലെന്ന് പറഞ്ഞ് ശരീരത്തിൽ ചെറിയ പനിയുടെ അസ്വസ്ഥതകളൊക്കെ ഉണ്ടായെന്ന് ഞാൻ വിശ്രമിക്കുമായിരുന്നു. അപ്പോഴാണ് ദേവദാസൻ വിളിച്ചതെങ്കിലും ആമേൻ ലഭിക്കുന്ന സമയങ്ങളൊക്കെയും ദൈവരാജ്യത്തിന് വേണ്ടി നമ്മെ കൊണ്ട് പറ്റുന്ന സമയങ്ങളൊക്കെയും ചെയ്യണമെന്ന് എന്റെ ഉൾബോധത്തിൽ കർത്താവ് എന്നെ ഉണർത്തിയുണ്ട്. ആമേൻ. ഹല്ലേലൂയ. എല്ലാ നിമിഷങ്ങളും ഏതൊക്കെ സെക്കൻഡ് കിട്ടുന്നോ അതൊക്കെ ദൈവനാമത്തിൽ ദൈവരാജ്യത്തിന് വേണ്ടി ഉപയോഗപ്പെടുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. നിശ്ചയമായും നിങ്ങൾ എല്ലാവരും അതിനോടുകൂടെ ആമേൻ ആയിരിക്കുന്നവരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ.
നമുക്കൊക്കെയും എത്ര ദിവസം യാത്രകൾ ഉണ്ടെന്ന് അറിയില്ല. ലഭിച്ച യാത്ര വേഗതയോട് ഓടുവാൻ തക്കവണ്ണം നമ്മെ ഏവരെയും ദൈവം സഹായിക്കട്ടെ. ആമേൻ. ഒത്തിരി ദേവദാസൻ ജോർജ് പാസ്റ്റർ ഹല്ലേലൂയ. ആമേൻ. പലരും ഇതിനകത്തുണ്ട്. എല്ലാവർക്കും എന്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. നിശ്ചയമായി നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥനയോടായിരിക്കാം. ദൈവവചനത്തിൽ നാമെ ധ്യാനിക്കുവാൻ തക്കവണ്ണം ഹല്ലേലൂയ. ദൈവാത്മാ എന്നെ ഇടപെട്ട ഒരു വിഷയം വചനം മർക്കോസിന്റെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 1 മുതൽ താഴോട്ട് വായിക്കുന്ന വചനങ്ങൾ ആരെങ്കിലും ഒരാൾ ശബ്ദമുയർത്തി വായിക്കുന്നതായിരിക്കും. അവർ കടലിന്റെ അക്കരെ ഗദരദേശത്തെത്തി. പടകിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യൻ കല്ലറകളിൽ നിന്ന് വന്ന് അവനെ എതിരേറ്റു. അവന്റെ പാർപ്പ് കല്ലറകളിലായിരുന്നു. ആർക്കും അവനെ ചങ്ങല കൊണ്ട് പോലും ബന്ധിച്ചു കൂടാഞ്ഞു. മതി. ആമേൻ. സ്തോത്രം. മർക്കോസിന്റെ പുസ്തകം 5-ാം അധ്യായത്തില് 5 അത്ഭുതങ്ങളാണ് ദൈവം നടത്തിയിരിക്കുന്നത്. ആമേൻ. ആമേൻ. അത് താഴോട്ട് വായിക്കണം. ആമേൻ. ആമേൻ. ഇപ്പോൾ ഇതുവരെ താൽക്കാര്യം ഓക്കെ. ആമേൻ. മർക്കോസിന്റെ പുസ്തകത്തിൽ കർത്താവ് ചെയ്ത ശുശ്രൂഷയെ കുറിച്ചാണ് പറയുന്നത്. ആമേൻ. നമുക്ക് എല്ലാവർക്കും ഈ തന്നിരിക്കുന്ന വചനത്തിൽ ദൈവകരത്തിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ഇന്ന് രാത്രി ഈ വചനം വൃഥാവായി വരികയില്ല. ആമേൻ. ഈ കർത്താവിന്റെ കൃപയാൽ ആമേൻ. നാം ഒന്ന് ചിന്തിക്കണം. ഒരിക്കലും കർത്താവ് ദാസൻ കുറച്ചു നേരം മുന്നെയാണ് എന്നെ വിളിച്ചതെങ്കിലും ഇതും ദൈവിക നിയോഗമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. അങ്ങനെങ്കിൽ ഈ വചനം ഇതിനകത്ത് ചലിക്കുന്നു. ഇന്ന് രാത്രി ദൈവകരത്തിൽ ഏൽപ്പിക്കാം. സ്വർഗീയ പിതാവെ അങ്ങയുടെ പാദപീഠത്തിൽ ഏൽപ്പിക്കുന്ന മനോഹരമായ സമയത്തിനായി സ്തോത്രം. ബലഹീനമായിരിക്കുന്ന എലുവിളെയും ബലവാന്റെ കരത്തിൽ ഏൽപ്പിച്ചു തന്നു. വചനം അങ്ങയുടെയാണ്, ജനം അങ്ങയുടെയാണ്. ഈ വചനം ശക്തമായി ഇടപെടുവാൻ ദൈവം സഹായിക്കണം. ആമേ. ശക്തമായി ഇതിനകത്ത് ഇറങ്ങി വന്നു ദൈവജനത്തിന്റെ അകത്തളത്തിൽ, ഹൃദയത്തിന്റെ തന്റെ വിഷയത്തിനകത്തളത്തിൽ ഇറങ്ങി വന്ന് പ്രവർത്തിക്കാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. മഹത്വം വെളിപ്പെടാൻ പോകുന്നതിനായി സ്തോത്രം. ദൈവകൃപ ഇറങ്ങി വരുവാൻ പോകുന്നതിനായി സ്തോത്രം. അസാധാരണമായ ദൈവശക്തി വ്യാപരിക്കണം. സകല മഹത്വം അങ്ങയുടെ കരത്തിൽ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. 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 പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നെ ശ്രവിക്കുന്ന യൂട്യൂബിലും ആമേൻ ഫേസ്ബുക്കിലും എല്ലാവർക്കും ഈ സമയത്ത് ആമേൻ വന്ദനത്തെ അറിയിക്കുന്നു. ഈ ക്ഷണത്തിൽ ഹല്ലേലൂയ വചനം പറയുന്നത് ആർക്കും വിടുവിക്കാൻ പറ്റാത്ത ഒരു വിഷയത്തിൽ അകത്തിലേക്ക് യേശു കടന്നു വന്നു. ആമേൻ. ആർക്കും അതിനെ പിടിച്ച് ഒരു ചങ്ങലയ്ക്ക് പോലും അതിനെ അവൻ അനുഭവിച്ച വേദന അല്ലെങ്കിൽ കടന്നുപോയ ശോധനയ്ക്ക് ജയിക്കാൻ പറ്റിയില്ല. പക്ഷെ യേശു കടന്നു ചെന്നു. ആമേൻ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയ വ്യക്തിജീവിതമേ, നിന്റെ വിഷയത്തിന് ആരും തൊടാൻ പറ്റുന്നില്ലെങ്കിലും ഇന്ന് രാത്രി യേശു നിന്റെ വിഷയത്തിനകത്തളത്തിൽ ഇറങ്ങി വരുന്നു. ഇന്ന് രാത്രി ആരെങ്കിലും ഭാരമായി നിൽക്കുന്ന പെട്ടെന്ന് എന്നെ ചിന്തിപ്പിച്ച ഈ വചനം എന്തുകൊണ്ടെന്ന് ഞാൻ ഓർത്തു. ഹല്ലേലൂയ. പക്ഷെ എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യമാണ്. ആമേൻ. ദൈവാത്മ എന്നോട് ഇടപെട്ട ഒരു വിഷയം. ഇതിനകത്ത് ചിലത് ആരെന്നെ സഹായിക്കും, ആരെന്നെ കരുതും. ആമേൻ. ആരെനിക്ക് വേണ്ടി കടന്നു പോകും. ആമേൻ. എനിക്ക് ചുറ്റും നിൽക്കുന്ന പ്രതികൂല കാറ്റുകൾ മാത്രം എന്റെ മുൻപിൽ നിൽക്കുന്ന എന്നെ ആമേൻ നോക്കണം. ആമേൻ. ദൈവസന്നിധി നമുക്ക് പറയാം. ഗദരദേശത്തെ കുറിച്ച് നമ്മളൊക്കെ പഠിക്കുമ്പോൾ ആമേൻ ഭൂതം കൂടുമ്പോൾ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ശരീരത്തിൽ കൂടുമ്പോൾ ഓർത്തണം അവന്റെ വസ്ത്രം കുറയാൻ തുടങ്ങി. ഹല്ലേലൂയ. 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 ആമേൻ. നോക്കണം. ആ വ്യക്തിയുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ശരീരത്തിൽ ആമേൻ നഗ്നതയായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ്. തന്നെ ഭൂതങ്ങൾ അവൻ വ്യാപരിച്ചു എന്നത് പറഞ്ഞ് ചങ്ങല കെട്ടുവാൻ വരെ നോക്കിയിട്ട് പോലും തന്നെ ഒതുക്കാൻ പറ്റിയില്ല. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയ വ്യക്തി ജീവിതമേ, നിനക്ക് വിരോധമായി ചലിക്കുന്ന ഏത് മേഖലകളാകട്ടെ, ദേശത്തിന്റെ ശക്തിയാകട്ടെ, ആമേൻ, നിന്നെ ഉയർന്നു പോകുമെന്ന് ശത്രുവിന് അറിയാമെന്നുകൊണ്ട് തന്നെ അതിന്റെ ശക്തി കൂടിക്കൊണ്ടിരിക്കും. ആമേൻ. എത്ര പേർ സ്തോത്രം പറയുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ ഇന്ന് ഹല്ലേലൂയ ചിന്തിച്ച ഒരു കാര്യം, നിന്റെ ആമേൻ പലരും പറയും, നിന്റെ പുറയിൽ അനേകർ നിന്നോട് പറയും, നിന്നെ കുറിച്ച് അപവാദങ്ങൾ പറയുന്നു, നിന്നെ കുറിച്ച് ആമേൻ നീ കൊള്ളാത്തവനാണെന്നും നിനക്ക് ഹല്ലേലൂയ ആമേൻ നിന്നെ കൊണ്ട് ഒരു ഉപയോഗമില്ലെന്ന് പറയുന്നവര് പലരും നമ്മളോടൊക്കെ വന്ന് പറയും. എന്നെ ഒന്ന് ഉറപ്പിച്ചൊരു കാര്യമാണ്, അതുകൊണ്ടാണ് അവർ പുറകെ നിൽക്കുന്നത്, നമ്മൾ മുന്നിൽ നിൽക്കുന്നത്. ആമേൻ. എത്ര പേര് സന്തോഷമുള്ളവരാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിന്റെ പുറകെ പറയുന്നവര് നിന്റെ പുറയിലേ നിൽക്കത്തുള്ളൂ, പക്ഷെ നീ മുന്നിലാണ്. നിന്റെ മുന്നോട്ടുള്ള യാത്രയ്ക്കാണ് നിന്റെ പുറകിൽ നിന്ന് പറയുന്നത്. ആ യാത്ര മുടങ്ങുവാൻ ഇന്ന് രാത്രി പരിശുദ്ധാത്മാ പറയുന്നു, അതിനെ ജയിക്കുന്ന ഒരു അഭിഷേകം,
അതിനെ ജയിക്കുന്ന ഒരു അഭിഷേകം, അസാധാരണമായി ഒരു ദൈവിക സാന്നിധ്യം ഇന്ന് രാത്രി ഇതിനകത്ത് പ്രവേശിക്കും. ഇന്ന് രാത്രി ഹല്ലേലൂയ, ആർക്കും തടയാൻ പറ്റാത്ത ചില വിഷയമായി നിൽക്കുന്ന ദൈവമക്കളെ, ഇതിനകത്ത് നിൽക്കുന്ന അത് ശുശ്രൂഷയോടെ ബന്ധപ്പെട്ടാകട്ടെ, അത് ഹല്ലേലൂയ മറ്റൊരു ആമേൻ ഹല്ലേലൂയ കുടുംബജീവിതത്തിന്റെ വിഷയമാകട്ടെ, തലമുറകളുടെ വിഷയമാകട്ടെ, സഭയുടെ വിഷയമാകട്ടെ, പാർപ്പിടത്തിന്റെ വിഷയമാകട്ടെ, ആരോഗ്യത്തിന്റെ വിഷയമാകട്ടെ, ഏത് വിഷയമായാലും ഇന്ന് രാത്രി യേശു നിന്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഇന്ന് രാത്രി യേശു നിന്റെ വീട്ടിനകത്ത് വന്നിട്ടുണ്ട്. യേശു നിന്റെ ഡിവൈസിനകത്ത് വന്നിട്ടുണ്ട്. ഇന്ന് രാത്രി യേശു വന്നാൽ ആമേൻ ഹല്ലേലൂയ അതിനെ പൊട്ടിക്കുന്ന ഒരു അഭിഷേകം ഇന്ന് രാത്രി വെളിപ്പെടാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് രാത്രി എത്ര പേർ ഹല്ലേലൂയ അത് ആ ദൂതിനെ ഏറ്റെടുക്കുന്നു? ഇന്ന് രാത്രി നടക്കത്തില്ലെന്ന് ഇത്ര ദിവസം കുറിച്ചു വെച്ചെങ്കിൽ ആത്മാവിന്റെ ദൂത് കൈമാറുന്നു. ഇത്ര ദിവസം വരെ വെച്ച് അതിരിട്ട ചില മേഖലകളെ സ്വർഗം ഇന്ന് രാത്രി പൊട്ടിക്കാൻ പോകുന്നെന്ന് ആത്മാവ് പറയുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. മർക്കോസിന്റെ 5-ാം അധ്യായത്തിൽ തന്നെ 5 സംഭവങ്ങൾ എഴുതി വെച്ചേക്കുന്നത്. ആമേ, ഒന്ന് ഞാൻ ചിന്തിച്ചു, 1 ചങ്ങലക്കകത്ത് കിടക്കുന്നവരെ വിടുവിച്ചു, 2 ഹല്ലേലൂയ മരിച്ചവരെ ഉയർപ്പിച്ചു, ഹല്ലേലൂയ 3-ാമത്തെ ഹല്ലേലൂയ ആമേൻ വിവിധമായ മേഖലകൾ നിൽക്കുന്ന നമ്മെ ഉണർത്തുന്ന ഒരു വിഷയമാണ്. ഹല്ലേലൂയ ആമേൻ. നാം നോക്കുമ്പോൾ ഹല്ലേലൂയ സമ്പത്തെല്ലാം നഷ്ടപ്പെട്ടനെ, ഹല്ലേലൂയ ആമേൻ രോഗങ്ങൾ ബാധിച്ചവനെ ദൈവം വിടുവി. എങ്കിൽ ഇന്ന് രാത്രി നിനക്ക് വേണ്ടിയാണ് ഈ മർക്കോസിന്റെ 5-ാം അധ്യായം കടന്നു വന്നിരിക്കുന്നത്. ഇന്ന് രാത്രി നിന്നെ ഓർത്താണ്, നിന്റെ ഏത് വിഷയത്തിനാണെന്ന് നീ മാറ്റിവെക്കാനല്ല. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, ഇതിനകത്ത് നിനക്ക് വേണ്ടിയുള്ള ദൂത് ഇതിനകത്തുണ്ട്. ഇന്ന് രാത്രി ആത്മാവിനെ ദൂത് കൈമാറുന്നു. ചില ഭവനത്തിന്റെ കെട്ടുകളെ, ശുശ്രൂഷ കെട്ടിയിരിക്കുന്ന ചില ശുശ്രൂഷകന്മാരെ പുറത്തിറക്കുകയെന്ന് വാദിക്കുന്ന ചില മേഖലകൾ ആത്മാവിനെ ദൂത് കൈമാറുന്നു. ഒരു ഭാഗം നിനക്ക് കെട്ടിയെങ്കിൽ, ഒരു ഭാഗം നിന്നെ അടച്ചു വെച്ചതെങ്കിൽ പരിശുദ്ധം പറയുന്നു 7 വാതിൽ നിനക്ക് വേണ്ടി തുറക്കാൻ പോകുന്നു. ഇന്ന് രാത്രി ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ദൈവാത്മാവ് ഞാൻ ദൂത് കൈമാറട്ടെ. ആമേൻ ഹല്ലേലൂയ ഭൂതകം ആമേൻ ഗദരദേശത്തെ മനുഷ്യനെ കെട്ടിയിട്ട് ഹല്ലേലൂയ അവൻ ഉയരത്തിൽ നിന്നതെങ്കിൽ അവന്റെ യാത്രകളെ മുടക്കി ഇനി ഒരിക്കലും താഴ്വരയിലോട്ട് വരികയില്ല. ആമേൻ. ആർക്കും കാണാത്ത മേഖലയ്ക്ക് അകത്താവളത്തിൽ അവനെ ഒതുക്കി നിർത്തിയെങ്കിൽ ഇന്ന് രാത്രി ചിലത് പൊട്ടിച്ചു പുറത്തു വരാൻ പോകുന്നു. ഇന്ന് രാത്രി ചിലതിന്റെ തല ഉയരാൻ പോകുന്നു. ഇന്ന് രാത്രി എത്ര പേര് വിശ്വസിക്കുന്നു ഞാൻ അറിയുന്നില്ല. അഭിഷക്തനായ ശുശ്രൂഷകന്മാരായ ശുശ്രൂഷയ്ക്ക് വിളിയുള്ള വ്യക്തി ജീവിതമേ, നീ ഇപ്പോൾ കാണുന്ന ചില പ്രതികൂലങ്ങളല്ല, ഇപ്പോൾ കാണുന്ന ചില സാഹചര്യങ്ങളെ നോക്കി ഭാരപ്പെടുവാനല്ലെന്ന് ഇന്ന് രാത്രി ആത്മാവിനെ ദൂത് കൈമാറുന്നു. അതിനകത്തു ഞാൻ നിന്നെ പുറപ്പെടുത്തുന്ന ദിവസങ്ങൾ അത് വിദൂരമല്ലെന്ന് ഇന്ന് രാത്രി ആത്മാവിനെ ദൂത് അതിനെ പൊട്ടിക്കുന്ന ഒരു അഭിഷേകം. ഹല്ലേലൂയ ഹല്ലേലൂയ. ഒന്നോർത്തെ, കർത്താവായ യേശു ക്രിസ്തു ഹല്ലേലൂയ ഭൂമിയിൽ കടന്നു വന്ന് ശുശ്രൂഷിച്ചപ്പോൾ ചുരുക്ക ശുശ്രൂഷകളെ ചെയ്തിട്ടുള്ളൂ. പക്ഷെ ആ ലിസ്റ്റിനകത്ത് ഗദരദേശത്തെ ആമേൻ ആമേൻ ആ ഭൂതഗ്രസ്തന്റെ പേരുണ്ടായിരുന്നു. ഇന്ന് രാത്രി യേശുവിന്റെ ലിസ്റ്റിനകത്ത് നിന്റെ എന്റെയും പേരുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് രാത്രി നാം ഓരോരുത്തരുടെ ഡിവൈസിനകത്ത് നിൽക്കുന്നത്. ആമേൻ നിന്റെയും എന്റെയും പേരുള്ളോണ്ട്. ഹല്ലേലൂയ ആമേൻ. ഞാൻ പലപ്പോഴും ചിന്തിക്കുന്നുണ്ട്, ആമേൻ പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. ഇല്ല, ദൈവം ചിലതിനെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. ഇന്ന് രാത്രി തെരഞ്ഞെടുത്ത എന്റെ ജനം, ഹല്ലേലൂയ ഇന്ന് രാത്രി എന്റെ ജനത്തിന്മേൽ ഒരു ദൈവിക മഹത്വം വെളിപ്പെടാൻ പോവാ. ഇന്ന് രാത്രി നഷ്ടപ്പെട്ട ചിലത് മടക്കി തരാൻ പോകുന്നു. ആമേൻ. ഇന്ന് രാത്രി ദൈവാത്മാവിൽ ഞാൻ ദൂത് കൈമാറട്ടെ. ആമേൻ. അസ്തമിച്ച മരിച്ചുപോയി ഇനി ചലനമില്ലെന്ന് പറയുന്ന ചില മേഖലകളെ സ്വർഗം തൊടാൻ പോകുന്നു. ഇന്ന് രാത്രി ആത്മാവിനെ ദൂത് കൈമാറുന്നു. ഇന്ന് രാത്രി ചിലതിന്മേൽ അസ്തമിച്ച ആമേൻ ദൈവാത്മാവ് പറയുന്നു, ഇതിനകത്തെ ശുശ്രൂഷകന്മാരുടെ നാളുകൾ ചെയ്ത ശുശ്രൂഷകളല്ല. ദൈവാത്മാവ് പറയുന്നു, ശുശ്രൂഷയ്ക്ക് വിളിയുള്ള വ്യക്തി ജീവിതമേ, ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുന്നു, നിന്റെ ശുശ്രൂഷയുടെ തലം മാറാൻ പോകുന്നു. ഇന്ന് വരെ നിന്നെ ഒതുക്കി ആമേൻ ദേശത്തിന്റെ ശക്തിയാകട്ടെ, നീ ഉയർന്നു പോകുമെന്ന് ആമേൻ ദൈവാത്മാവ് പറയുന്നു. ആമേൻ ഹല്ലേലൂയ. രാജ്യങ്ങള് നിനക്ക് വേണ്ടി കാത്തുനിന്ന് ചില രാജ്യങ്ങളുടെ അകത്തളത്തിൽ നിന്റെ പോസ്റ്റുകൾ ഒട്ടിക്കാൻ പോകുന്നു. റീഖാമന അധരഗന്ധന. ഇന്ന് രാത്രി ആരും മൗനമായി ഇരിക്കാനല്ല, ഇന്ന് രാത്രി ചില വിടുതൽ വെളിപ്പെടാൻ പോകുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്.
ഏത് രീതിയിലുള്ള വെളിപ്പാടാ? ആമേൻ. എന്താണ്? ഹല്ലേലൂയ. ഇന്ന് വരെ നീ കണ്ടത് സൂം പ്ലാറ്റ്ഫോമിനകത്തുള്ള ദൂതായിരിക്കും. ആമേൻ. ഇന്ന് വരെ നീ കണ്ടത് പല സൂമിനകത്തിരുന്നോണ്ട് ചില രാജ്യങ്ങളോട് പ്രവചിക്കുന്നതായിരിക്കും. പക്ഷെ ഇന്ന് രാത്രി രാജ്യങ്ങളിലേക്ക് അകത്തളത്ത് ഇരുന്നോണ്ടല്ല, ചില മേഖലകൾ രാജ്യങ്ങളിനകത്ത് നിന്റെ പോസ്റ്റുകളെ ദൈവം ഒട്ടിക്കാൻ പോകുന്നു. നിന്റെ ചില സഭകൾ മേൽ ആമേൻ നിന്റെ പേരുകൾ ആമേൻ അറിയപ്പെടാൻ പോകുന്നു. ഇന്ന് രാത്രി ആത്മാവിനെ ദൂത് കൈമാറുന്നു. ചില മേഖലക്കകത്ത്, ചില ബൗണ്ടറിക്കകത്ത് നിൽക്കുന്ന ചില പൊട്ടിച്ച് പുറത്തു കൊണ്ടുവരുന്നതിന്റെ കാരണം എന്താ അറിയാ? ചില ജനലുകൾ അടയ്ക്കുന്നതിന്റെ കാരണം നിനക്ക് വലിയ വലിയ കഥകൾ, വലിയ കൊട്ടാരങ്ങളുടെ ഡോറുകൾ നിനക്ക് വേണ്ടി ഓപ്പൺ ആക്കുന്നു. ഇന്ന് മനുഷ്യൻ നിന്റെ വിൻഡോസ് ക്ലോസ് ചെയ്യുന്നെങ്കിൽ ഇന്ന് രാത്രി ആത്മാവിൽ ഞാൻ ദൂത് കൈമാറുന്നു. നിനക്ക് വേണ്ടി ചില ഡോറുകൾ ഓപ്പൺ ആക്കാൻ പോകും. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പലപ്പോഴും ചിന്തിക്കും, ചില ദൂതൊക്കെ കേൾക്കുമ്പോ പലരും ആ വ്യക്തി പോകത്തില്ലെന്ന്. പക്ഷെ ഇന്ന് രാത്രി ദൈവം പറയുന്നു, ആമേൻ ഹല്ലേലൂയ. എന്തെങ്കിലും ചിന്തിച്ചതാണോ ഗദർദേശത്തിന്റെ മനുഷ്യന് ഒരു മാനസാന്തരപ്പെടുവെന്ന്? ആ ദേശക്കാര് വിധിച്ചു, ചാർച്ചക്കാര് വിധിച്ചു. പക്ഷെ ഇന്ന് രാത്രി വിധിക്കകത്ത് നിന്നെ പുറത്തിറക്കാൻ പോകുന്നു. ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നു? യെസ്, അനി ബേബി ആമേൻ. കർത്താവിന്റെ ദാസനെ ദൈവം ആമേൻ വിധിച്ചവരുടെ മധ്യയിൽ വിധിച്ചത് എവിടെ അവിടുന്ന് പുറത്തിറക്കാൻ പോകുന്നു. ആമേൻ. വിധികളുടെ അകത്തളത്തുനിന്ന് പുറത്തിറക്കുന്ന രാത്രിയാണ്. ദൈവാത്മ പറയുന്നു, വാതിൽ ഞാൻ തന്നെ അടച്ചതാണ്. ആമേൻ. ജനലുകൾ ഞാൻ തന്നെ അടച്ചതാണ്. ഈ ജനലും വാതിലിനകത്ത് കയറുന്ന ജനക്കൂട്ടമല്ല നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. ആത്മാവിനെ ദൂത് കൈമാറുന്നു. ഒറ്റപ്പെടേണ്ട ജീവിതത്തിൽ നിനക്ക് കടന്നു വരുന്നതിന്റെ ആമേൻ ഒരു കൂട്ടം സമൂഹം നിന്നെ അറിയപ്പെടാൻ പോകുന്നു. അഭിഷക്തനോട് പരിശുദ്ധാത്മാവ് തന്നെ വ്യക്തമായി ദൂത് കൈമാറുന്നു. ഉടമന ഹംധന ഉരിഖാമന ജൂഡം രഗന്ധന. ഇന്ന് രാത്രി ദൈവശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് രാത്രി ദൈവത്തിന്റെ സാന്നിധ്യം ആമേൻ ഹല്ലേലൂയ. ചില അഭിഷക്തന്മാരോട് പരിശുദ്ധ റെജി ജോൺ ആമേൻ കർത്താവിന്റെ ദാസനെ ഈ ദിവസങ്ങൾ അറിയപ്പെടുന്ന ചില മേഖലക്കകത്തലത്തേക്ക് സ്വർഗത്തിലെ ദൈവം കൊണ്ടു നിർത്തുവാൻ യഹോവയ്ക്ക് പദ്ധതിയുണ്ടെന്ന് ഇന്ന് രാത്രി ആത്മാവ് പറയുന്നു. പല വാതിലുകൾ നിനക്ക് വേണ്ടി അടച്ചെങ്കിൽ ഇന്ന് രാത്രി ആത്മാവ് ഞാൻ ദൂത് കൈമാറുന്നു. ആ വാതിലുകൾ ഞാൻ അടച്ചതാണ്. പക്ഷെ ആത്മാവിനെ ദൂത് കൈമാറട്ടെ. ആമേൻ. ഈ ചങ്ങലൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നീ പലപ്പോഴും ഓർത്തു കാണും, കർത്താവ് ഈ ചങ്ങല മാത്രമേ ഉള്ളൂ, ഈ കണ്ണിതിരികൾ മാത്രമേ ഉള്ളൂ. പക്ഷെ ഇന്ന് രാത്രി ആത്മാവിനെ ദൂത് കൈമാറട്ടെ. ആമേൻ ഹല്ലേലൂയ. ഓ റബാല ഗദരകം ധനാരിഗനം ജീവാല ബലബലവ ശംധനാരിക നഹസ്തനം ധനാരിഗത ജൂഡം രഗംധന. ഇന്ന് രാത്രി ദൈവാത്മാ പറയുന്നു, ആ കെട്ടപ്പെട്ട അകത്തളത്തിൽ തന്നെ പരിശുദ്ധാത്മാ പറയുന്നു ഹല്ലേലൂയ. ഇന്ന് രാത്രി ആത്മാവിൽ ഞാൻ പറയുന്നു ഹല്ലേലൂയ. അതിനകത്ത് ചില കൂട്ടങ്ങൾ, ഒറ്റപ്പെട്ട കൂട്ടങ്ങളുടെ മധ്യയിൽ ഞാൻ എടുത്തെറിയാൻ പോകുന്നു. അതരകം ധനാരിഗനം ശാന്തന. ചില ഹല്ലേലൂയ ആമേൻ ഒരിക്കലും ജയമില്ല എന്ന് ഭാരപ്പെടുന്ന വ്യക്തി ജീവിതങ്ങളുടെ മധ്യത്തിലേക്ക് ആമേൻ തകർന്നു കിടക്കുന്ന ജനത്തിന്റെ മധ്യയിലേക്ക്, ചലനമറ്റ് കിടക്കുന്ന ചില ജനത്തിന്റെ മധ്യയിലേക്ക് ദൈവാത്മാവ് പറയുന്നു. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് വ്യക്തമായി ദൂത് കൈമാറുന്നു. ഉടമന ഹദരഗന്ധന റിഖാരവം ശബ്ദൻ രിഗനം ജൂഡാരഗന്ധന. അതിനകത്ത് നിർത്തുവാൻ തക്കവണ്ണം ഞാൻ നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. പലപ്പോഴും ഭാരപ്പെട്ട് നിൽക്കുന്ന, പലപ്പോഴും വേദനപ്പെട്ട് നിൽക്കുന്ന, പലപ്പോഴും എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് വാദികാലം നിൽക്കുന്ന ചില നിൽക്കുന്ന ചില ഹല്ലേലൂയ ലോക ശ്രേഷ്ഠമെന്ന് നടിക്കുന്ന പലരുടെയും ദൈവാത്മ ഇങ്ങനെ തന്നെ പറയുന്നു, അഭിഷക്തന്മാർ വെള്ളവസ്ത്രക്കാർ തന്നെ നിനക്കെതിരായി നിൽക്കുന്ന ചില മേഖലക്കകത്തലേക്ക് നിന്റെ വഴികളെ അടച്ചതെങ്കിൽ ആത്മാവ് പറയുന്നു, അതിനകത്ത് ഞാൻ നിന്നെ പുറപ്പെടുത്തുമെന്ന് ആത്മാവ് പറയുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഉടമന ഹദരഗദന ജുഡമലരഗദന ശാംധനാരിഗന ആസ്തനം ധനാരിഗദ ജീവാല ബൗശംധന. ഇന്ന് രാത്രി ദൈവശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. ഉടമന ഹദരഗം ധനാരിഗനം ജീവാലവല ബൗശംധന ആസ്തനാരിഗദ റിഖാമന റിഗാരഗംധന റിഗന ഉടവലവല വലവൗ ശംധൻ റിഗനം ജൂഡാരഗംധന. ഇന്ന് രാത്രി ദൈവത്തിന്റെ വലിയൊരു സാന്നിധ്യം ശക്തിയോട് ഹല്ലേലൂയ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. ഇന്ന് രാത്രി ചിലതിനെ ഹല്ലേലൂയ ആർക്കും വിടുവിക്കാൻ പറ്റാതെ വേണം, ആർക്കും ഹല്ലേലൂയ ജയിക്കാൻ പറ്റാതെ വേണം ചില മേഖലക്കകത്തളത്തേക്ക് ഭാരപ്പെടുന്ന ചില വ്യക്തി ജീവിതങ്ങളെ ദൈവാത്മാ കൊണ്ടു നിർത്തുന്ന ആത്മാവ് വ്യക്തമായി ദൂത് കൈമാറുന്നു. ആമേൻ. നോക്കണം, കർത്താവ് യേശുക്രിസ്തു അവിടെ കടന്നു ചെന്നപ്പോൾ ആദ്യം പറഞ്ഞു ഹല്ലേലൂയ
സമയത്തിനുള്ളിൽ ഞങ്ങളെ ദണ്ഡിപ്പിക്കില്ലേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് തന്നെ സൃഷ്ടിച്ചതാണ് ഈ പന്നിക്കൂട്ടങ്ങളെ പോലും. പക്ഷെ ദൈവം അങ്ങോട്ട് അയച്ചു. ഹല്ലേലൂയ. ഇതുവരെ ഈ വ്യക്തിയുടെ കൂടെ നിന്നപ്പോൾ ആർക്കും ഒരു കുഴപ്പമില്ല. ഹല്ലേലൂയ. നിന്റെ ശുശ്രൂഷ വെളിപ്പെടുമ്പോഴാണ് ആൾക്കാർക്കെല്ലാം ബഹളം. നിങ്ങളുടെ വാഗ്ദത്തം വെളിപ്പെടുമ്പോഴാണ് ഹല്ലേലൂയ പലർക്കും വിഷയങ്ങൾ ഉണ്ടാകുന്നത്. പക്ഷെ ഇന്ന് രാത്രി ദൈവാത്മാ ഞാൻ പറയട്ടെ, ആമേൻ, നീ ഒരു വ്യത്യസ്തമാണെന്ന് തിരിച്ചറിവ് വേണം. ഇന്ന് രാത്രി എത്ര പേര് പറയുന്നു, ഞാനൊരു വ്യത്യസ്തമായ ഒരു വ്യക്തിത്വമാണ്. ആമേൻ, ഞാനൊരു വ്യത്യസ്തമായ ഒരു വ്യക്തിത്വമാണ്. ആമേൻ, കാലം എനിക്കൊരു പരിമിതിയില്ല ഏത് ബന്ധങ്ങളാണെന്ന്. ഇന്ന് രാത്രി പറ, എന്റെ പരിമിതിക്കപ്പുറം എന്നെ ദൈവം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രി എത്ര പേര് വിശ്വസിക്കുന്നു പരിമിതിക്കപ്പുറം ചലിപ്പിക്കുന്ന ഒരു ദൈവ സാന്നിധ്യം ഇന്ന് രാത്രി ഓരോ കുടുംബത്തിന് ഓമന നാരായൺ ഏറ്റെടുത്തോ. നിന്റെ പരിമിതിക്കപ്പുറം ദൈവത്തിന്റെ പ്രവർത്തിക്കാൻ ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. ഇന്ന് രാത്രി ദൈവ ശബ്ദം കേൾക്കുന്ന പ്രിയ വ്യക്തി ജീവിതമേ, ഇന്ന് രാത്രി പരിമിതിക്കപ്പുറമായി പ്രവർത്തിക്കുന്ന ഒരു ദൈവിക സാന്നിധ്യം ഇന്ന് രാത്രി വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആത്മാവിന് ഞാൻ ദൂത് കൈമാറുന്നു. സാധാരണമായല്ല പാസ്റ്റർ ജോസ്. ഹല്ലേലൂയ. ദൈവാത്മ പറയുന്നു, പരിമിതിക്കകത്ത് നിൽക്കുന്ന ഒരു അഭിഷേകത്തിന് വേണ്ടി കാത്തിരിക്കല്ലേ. പരിമിതിക്കപ്പുറമായി ഓടുവാൻ തക്കവണ്ണം നിന്റെ കാലിൽ ബലം പ്രാപിച്ചോളാൻ ആത്മാവ് വ്യക്തമായി ദൂത് കൈമാറുന്നു. അതരകംധനാരികന ഇന്ന് രാത്രി ചിലതിന്മേൽ ഹല്ലേലൂയ പരിമിതി ചില കാലിന്റെ വേഗത കൂട്ടാൻ പോകുന്നു. സാം ജോൺ മാത്യു, ആമേ, ഇന്ന് രാത്രി നിങ്ങൾ നിങ്ങളുടെ അധികാരത്തോടെന്ന് പറഞ്ഞേ. ആമേ, സുമ ബിജു, ഹല്ലേലൂയ. പരിമിതിക്കപ്പുറം ഓടാൻ തക്കവണ്ണം ഓടിക്കോ. ഷിജു, ഷിജി ബി ആർ, ഹല്ലേലൂയ, ഓടിക്കോ. ഇന്ന് രാത്രി ദൈവാത്മ പറയുന്നു, വേഗത കൂട്ടാൻ പോകുന്നു ഇന്ന് രാത്രി. ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ. ആമേൻ, ഒരിടത്തിരിക്കുന്ന അഭിഷേകമല്ല. ഇന്ന് രാത്രി ആത്മാവിന് ഞാൻ ദൂത് കൈമാറുന്നു. ചിലരുടെ കാലിന്റെ വേഗത കൂട്ടാൻ പോകുന്നു. നിന്നെ ഭാലിൽ വ്യാപരിച്ച ആമേൻ, നിന്നെ തകർത്ത് കളയുമെന്ന് വെല്ലുവിളിക്കുന്ന ചില മണ്ഡലങ്ങളെ നോക്കി നീ ഭാരപ്പെട്ടു പോകണ്ട. ആത്മാവിന് യേശു നിന്റെ അടുത്ത് വന്നിട്ടുണ്ടോ? ആ കെട്ടിയ കെട്ടുകളെ അഴിച്ച് നിന്റെ കാലിന് വേഗത കൂട്ടി നിന്നെ ഒരു സാക്ഷിയെ നിർത്തുവാൻ എന്റെ ദൈവത്തിന്റെ പദ്ധതിയുണ്ടെന്ന് ഇന്ന് രാത്രി ആത്മാവിന് ഞാൻ ദൂത് കൈമാറും. ഇന്ന് രാത്രി ആത്മാവ് ഡോക്ടർ റീന ഫിലിപ്പ് ആത്മാവ് പറയുന്നു, ദൈവാത്മ ഇങ്ങനെ പറയുന്നു. ആമേൻ. ഇന്ന് ദൈവാത്മ ഇങ്ങനെ പറയുന്നു, ഉടമന ഹദരക ധനശാംധനാരികന ജൂഡാരകംധന ഹസ്തനം ധനാരികനം ജീവാലവോ ശാംധന. ഇന്ന് രാത്രി ആത്മാവ് ചില പരിമിതി പൊട്ടിക്കാൻ പോകുന്നു. ആമേൻ. എത്ര ദൈവദാസന്മാര് ആമേൻ, അനിൽ ജോർജ് പാസ്റ്റർ ആമേൻ ഏറ്റെടുത്തോ. ഇന്ന് രാത്രി ദൈവാത്മ പറയുന്നത് പരിമിതിക്ക് ആമേൻ, പരിമിതിക്ക് അകത്ത് ശുശ്രൂഷിക്കുന്ന ശുശ്രൂഷയല്ല ദൈവം തന്നിരിക്കുന്ന ഈ ദിവസങ്ങൾ വേഗത കൂട്ടുന്ന അഭിഷേകമാണ്. വേഗത കൂട്ടുന്ന ഒരു അഭിഷേകം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഗോവയിൽ നിന്ന് പരിശുദ്ധാത്മ പറയുന്നു, പരിമിതിക്കകത്തകത്ത് ഒതുങ്ങിക്കൂടുന്ന ഒരു അഭിഷേകത്തിനല്ല ഇന്ന് രാത്രി ആത്മാവ് പറയുന്നു, നിന്റെ കാലിന് വേഗത കൂട്ടാൻ പോകുന്നു. ആമേൻ, ഹല്ലേലൂയ. ഒന്നിനെ ചിന്തിപ്പിച്ചൊരു കാര്യമാണ്, മലയുടെ മേളിൽ കയറി ഇരുന്നെങ്കിൽ വലിയ താമസപ്പെട്ടു താൻ കയറാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മനുഷ്യൻ നമ്മളെ ഒതുക്കി നിർത്തുവാൻ കയറ്റുവാൻ ഒത്തിരി താമസപ്പെടുത്തു. പക്ഷെ ബന്ധനം അയച്ചു കഴിഞ്ഞാൽ ഇറങ്ങാൻ വലിയ ഫ്രീ. ഒറ്റ ഓട്ടത്തിന് താൻ താഴ്വരയിൽ ഇറങ്ങി ദൈവത്തിന്റെ ശുശ്രൂഷ ചെയ്യാൻ. ഇന്ന് രാത്രി എന്ന് പറയാം, കേറ്റാൻ പിശാചിന്റെ പാടാണെങ്കിൽ ഇറങ്ങാൻ ഞങ്ങൾക്ക് എളുപ്പമാണെന്ന് പറയാം. ഹല്ലേലൂയ. ഇന്ന് രാത്രി നീ മുടക്കി കേറ്റി ഇരുത്തിയെങ്കിൽ ഇന്ന് ആത്മാവ് പറയുന്നു, ആ മുടക്കുകളെ അവൻ ഒറ്റ ദൂതനകത്ത് ഒറ്റ വാക്കിനകത്ത് പൊട്ടിച്ചെങ്കിൽ പിന്നെ ആർക്കും തടയാൻ പറ്റാത്ത ഒരു നോൺ സ്റ്റോപ്പ് ഒരു സ്ലോപ്പിലേക്ക് നിന്നെ ഓടിക്കുമാറുവാൻ തക്കവണ്ണം സ്വർഗം ദൈവാത്മാവ് വ്യക്തമായി ചിലതിനോട് ദൂത് കൈമാറുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നിരാത്രി എത്ര പേര് അതിനെ ദൂതനെ ഏറ്റെടുക്കാൻ തയ്യാറാണ്? നിരാത്രി യെസ്, ഹല്ലേലൂയ. ചില വിഷയം മറുപടി ഇല്ലെന്ന് പറഞ്ഞു നിൽക്കുന്ന മേഖലക്കകത്ത് ആത്മാവ് വ്യക്തമായി ദൂത് കൈമാറുന്നു. നിരാത്രി ദൈവാത്മാവ് ഹല്ലേലൂയ. പുസ്തകത്തിൽ അതിനകത്ത് വായിക്കുമ്പോൾ 26 ഒന്ന് വായിച്ചേ. പിന്നെ അവൻ 5:26 ആണോ? അതെ. ഏറിയൊന്ന് കഴിഞ്ഞിട്ട് 12 സംവത്സരമായിട്ടും രക്തസ്രാവമുള്ളവളായി പല വൈദ്യന്മാരാലും ഏറിയൊന്ന് സഹിച്ച് തനിക്കുള്ളതൊക്കെ ചെലവഴിച്ചിട്ടും ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശയായി തീർന്നിരുന്ന ഒരു സ്ത്രീ വർത്തമാനം കേട്ടു. മതി. രണ്ടാമത് നോക്കുമ്പോൾ ആമേൻ, അതിനകത്ത് പറയുന്നത് തന്റെ സമ്പാദ്യങ്ങൾ
മൊത്തം തീർന്നു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയ വ്യക്തി, എത്ര പേര് പറയുന്നു നിന്റെ ഇന്ന് വരെയുള്ള ചെയ്തത്, ഇന്ന് വരെ പ്രാർത്ഥിച്ചതെല്ലാം വൃഥാവാണോ? അയ്യോ, എനിക്ക് മറുപടി ഇല്ലേന്ന് പലപ്പോഴും നമ്മളൊക്കെ ചിന്തിക്കുകയോ, ഉപവാസം ഇരുന്നു മറുപടി ഇല്ല. ഇല്ല, നിന്റെ ഉപവാസം, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട്. നിനക്ക് നഷ്ടപ്പെട്ട എന്തൊക്കെയാണോ അതിനെ ഞാൻ മടക്കി തരും. ആമേൻ, ഹല്ലേലൂയ. ഇന്ന് രാത്രി ചിലതിനെ മടക്കി തരാൻ പോകുന്നു. ഇന്ന് രാത്രി ചിലത് മുടങ്ങി കിടക്കുന്ന ചിലത് തരാൻ പോകുന്നു. ഇന്ന് രാത്രി എന്നെ ആത്മാ കാണിക്കുന്നു. ആമേൻ, മുടങ്ങി കിടക്കുന്നത്. ആമേൻ, ആമേൻ, ആമേൻ. ചില വസ്തു സംബന്ധമായി ദൈവാത്മാ പറയുന്നു, ചില വസ്തുക്കൾ നിനക്ക് തരികയില്ലെന്ന് വാദിക്കുന്നവരുടെ മധ്യത്തിൽ ദൈവാത്മാ പറയുന്നു, വിളിച്ചു തരാൻ പോകുന്നു. ഇന്ന് രാത്രി ദൈവാത്മാ ചിലതിനെ നോക്കി പറയുന്നു, അത് ദൈവരാജ്യത്തിന് വേണ്ടി ഉപയോഗപ്പെടാൻ പോകുന്നു. ആമേൻ. നഷ്ടപ്പെട്ടു. പക്ഷെ ഒന്ന് ഓർത്തോണം, യേശു തന്റെ അത്രയും തിക്കിയായ സ്ഥലത്തിൽ, അല്ലെങ്കിൽ അത്രയും ക്രൗഡായ സ്ഥലത്തിൽ കടന്നു വന്നപ്പോൾ യേശുവിനെ തൊട്ടതാരാ? ആമേൻ. രക്തസ്രാവായി സ്ത്രീ തൊട്ടപ്പോൾ തന്നിൽ വ്യാപരിച്ച ശക്തി അത്രയും ആൾക്കൂട്ടത്തിന്റെ മധ്യേ കൂടെ പുറപ്പെട്ടെങ്കിൽ ഒന്നോർത്തണം, സാധാരണ അഭിഷേകമല്ല. ഇന്ന് രാത്രി ദൈവാമ്മ പറയുന്നു, ചിലതിനെ നീ വേദിയിൽ നിൽക്കണമെന്നില്ല, നീ വഴിമധ്യ നിൽക്കുമ്പോ ചിലതിന്മേൽ അഭിഷേകം പകർന്നതുപോലെ. ആമേൻ. ദൈവം ഇതിനകത്ത് എത്ര പേര് അതിനെ, ആ ദൂതിനെ ഏറ്റെടുക്കാൻ തയ്യാറാണ്? ഇന്ന് രാത്രി ദൈവം പറയുന്നു, നീ നിൽക്കുന്ന സ്ഥലത്ത്, നീ വിടുന്ന വസ്ത്രത്തിന്മേൽ, നിന്റെ ശരീരത്തിന്മേൽ ഒരു പുറപ്പാട്. ആമേൻ. ഇന്ന് രാത്രി ചിലതിന്മേൽ ശക്തി പുറപ്പെടുന്ന ഒരു അഭിഷേകം. ഇന്ന് രാത്രി ആദ്യം ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞതുപോലെ ആമേൻ, ആ കെട്ടഴിഞ്ഞപ്പോൾ തന്റെ യാത്രകൾ തുടങ്ങി. രണ്ടാമത്തെ ആമേൻ ദൂത് പറയുമ്പോൾ നിന്നിൽ കൂടെ ചില അഭിഷേകം പുറപ്പെടാൻ പോകുന്നു, ചില കൃപാവരങ്ങൾ പുറപ്പെടാൻ പോകുന്നു. ഇന്ന് രാത്രി കർത്താവെ, ആ ഒരു അഭിഷേകം ഇന്ന് രാത്രി എത്ര പേര് അതിനെ സ്വീകരിക്കാൻ തയ്യാറാണ്? കർത്താവെ, ഞാൻ നിൽക്കണമെന്നില്ല, ഒരു വ്യക്തിയുടെ തലയിൽ കൈവെക്കണമെന്നില്ല. നിനക്ക് ദൈവം തന്നിരിക്കുന്ന വാക്കുകളിന്മേൽ, നിന്റെ സാന്നിധ്യത്തിന്മേൽ ചില രോഗികൾ സൗഖ്യമാകുന്നത് നീ കൺമുമ്പിൽ കാണാൻ പോകുന്നു. ഇന്ന് രാത്രി എത്ര പേര് വിശ്വസിക്കുന്നു? കഴിഞ്ഞത് ആമേൻ, ഇന്ന് തന്നെ ആമേൻ, ഹല്ലേലൂയ. ഒരു ആമേൻ, പലപ്പോഴും ഹല്ലേലൂയ, ആമേൻ, ആമേൻ, ഭൂതങ്ങൾ ആമേൻ ബാധിക്കുന്ന പല വ്യക്തി ജീവിതങ്ങൾ ആമേൻ എന്നെ ഫോൺ കോളിൽ വിളിച്ചു ഹല്ലേലൂയ പ്രാർത്ഥിക്കുമ്പോൾ ആമേൻ, ഹല്ലേലൂയ, ശബ്ദം കേൾക്കുമ്പോൾ തന്നെ വായും കൈകാലുകളെ ബന്ധിക്കുന്ന തക്കവണ്ണം ആമേന്റെ ശബ്ദം കേൾക്കും മൗനം പാലിക്കുന്ന ഞാൻ കൺമുമ്പിലും എന്റെ കാമൻ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന നീ പ്രാപിക്കുന്ന അഭിഷേകത്തിന് ആമേൻ, ഒരു ശത്രു നിന്റെ മുന്നിൽ നിൽക്കുകയില്ല. ഇന്ന് രാത്രി ഞാൻ നിസ്സാരമാണെന്ന് നിങ്ങൾ ചിന്തിക്കല്ലേ. ഇന്ന് രാത്രി നീ പ്രാപിച്ച അഭിഷേകത്തിന്റെ അതിന്റെ വീര്യം കൂട്ടട്ടെ, അതിന്റെ കല അപ്ഗ്രേഡ് ചെയ്യാൻ തയ്യാറാണോ? ഇന്ന് രാത്രി ആത്മാവ് ചിലതിനെ നോക്കി ആത്മാവിനെ ദൂത് കൈമാറുന്നു. ഉടമന ഹദര ഗന്ധന റിഖമാന ശംധന അസ്തനംധനാരികത ഉടബലബല ഭൗശംധനാരികന ചൂടാരഗന്ധന അതരഗന്ധന. ഇന്ന് രാത്രി ചിലതിന്മേൽ ആമേൻ, ആമേൻ, ചിലതിനെ ആമേൻ ജയിക്കുന്ന ഒരു അഭിഷേകം. ജോഷി ചെന്നൈ ദൈവാത്മാ പറയുന്നു, അഭിഷേകത്തോടും ആമേൻ ദൈവാത്മാ വ്യക്തമായി പറയുന്നു. ആമേൻ, 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 ആ ദേവദാസൻ ആരെന്ന് ഞാൻ അറിയുന്നില്ല, പക്ഷെ പരിശുദ്ധാത്മ പറയുന്നു, അഭിഷേകത്തിനെ നിന്നിൽ ഒരു ദൈവിക സാന്നിധ്യമുണ്ട്. പലപ്പോഴും പലരും നിനക്ക് എതിരായി പല മേഖലകൾ ഒരുങ്ങിയിട്ടുണ്ട്. പക്ഷെ അവിടെയൊക്കെ നിന്നെ നിർത്തിയിരിക്കുന്നതിന്റെ കാരണം എന്റെ ഒരു പദ്ധതിയാണെന്ന് ആത്മാവ് പറയുന്നു. ആമേൻ, ആത്മാവ് പറയുന്നു, ഹല്ലേലൂയ. പലപ്പോഴും ഹല്ലേലൂയ ആമേൻ മറുകടക്കുവാൻ തക്കവണ്ണം ഹല്ലേലൂയ ആമേൻ ചില ആഭിചാര കെട്ടുകൾ, പക്ഷേ നീ അതിന്റെ മറുകടന്നാലും നിനക്കൊരാപത്തും അനർത്ഥം ഉണ്ടാകിയിട്ടില്ല. ഇന്ന് രാത്രി നീ ഒരു വ്യത്യസ്തമായി നിന്നിൽ പകർന്നിരിക്കുന്ന അഭിഷേകം അസാധാരണമാണെന്ന് ഇന്ന് രാത്രി നീ മറന്നു പോകല്ലെന്ന് ആത്മാവ് പറയുന്നു. ഇന്ന് രാത്രി ചില ദൈവാത്മാവ് വ്യക്തമായി ഹല്ലേലൂയ ആത്മാവിൽ ആരാധിക്കാൻ തയ്യാറാണെങ്കിൽ ആരാധനയ്ക്ക് നീ ഒരു വ്യത്യസ്തമാണ്. പലരും നിന്നോട് നോക്കി പറയുന്ന പലർക്കും പല ഹല്ലേലൂയ ദൈവത്തിന്റെ കരം അവർക്ക് ഭാരമായി കടന്നു ചെന്നിട്ടുണ്ട്. അഭിഷക്തനാണോ ദൈവദാസനാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ പരിശുദ്ധാത്മ പറയുന്നു, നിന്നിൽ ഒരു അസാധാരണമായ ദൈവിക അഭിഷേകമുണ്ട്. ഇന്ന് രാത്രി നീ ദിവസങ്ങൾ പ്രാർത്ഥനയോട് മുന്നേറാൻ തയ്യാറാണെങ്കിൽ പരിശുദ്ധാത്മ പറയുന്നു, ഞാൻ നിന്നെ എതിർക്കുന്നവരുടെ മധ്യയില് ഞാൻ അവരോട് യുദ്ധം ചെയ്യുന്ന ദൈവമാണ്. ഇന്ന് രാത്രി ദൈവാത്മ പറയുന്നു, മോശയോട് പറഞ്ഞതുപോലെ നീ മിണ്ടാതിരിക്കാൻ തയ്യാറാണോ? ഞാൻ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി എത്ര പേര് ഹല്ലേലൂയ ആ ഒരു വിശ്വാസം ഉറയ്ക്കാൻ തയ്യാറാണ്?
ഇന്ന് രാത്രി എത്ര പേര് ഹല്ലേലൂയ ദൈവാത്മാ പറയുന്നു ഹല്ലേലൂയ ഇതിനകത്ത് ചിലതിന്മേൽ ഹല്ലേലൂയ സ്ഥിതി ആമേൻ ദൈവാത്മാ പറയുന്നു ഹല്ലേലൂയ ചില അഭിഷേകത്തിന്റെ ശക്തിയുടെ അപ്ഗ്രേഡ് ലഭിക്കാൻ പോകുന്നു അപ്ഗ്രേഡ് ആമേൻ ദൈവത്തിന്റെ ഒരു പദ്ധതിയാണ് ദൈവിക നിയോഗമാണ് ആമേൻ അസാധാരണമായ ദൈവിക നിയോഗമാണ് ഇന്ന് വരെ പ്രാപിച്ച അഭിഷേകത്തിലേക്ക് നീങ്ങുവാനല്ല ഇന്ന് രാത്രി ആത്മാവിന് ഞാൻ ദൂത് കൈമാറുന്നു നിന്നയിൽ വ്യാപരിക്കുന്ന അഭിഷേകത്തിന്റെ പരിജ്ഞാനത്തിന്റെ ജ്ഞാനം പകർന്ന അഭിഷേകമാണ് അതിൽ ഹല്ലേലൂയ ഈ ദിവസങ്ങൾ ദൈവം പറയുന്നു നീ ആളുമാറിയതുപോലെ നിന്റെ വായിന്ന് പുറപ്പെടുന്ന നിന്റെ വചനം ആമേൻ കർത്താവിന്റെ വചനം അത് വ്യത്യസ്ത മേഖലയിലേക്ക് കൊണ്ടുപോയി ആമേൻ ചിലതിനെ ആമേൻ ബന്ധിക്കപ്പെട്ട ചിലതിനെ പുറത്തു കൊണ്ടുവരുവാന് ആമേൻ ഹല്ലേലൂയ ചില രോഗികളെ ദൈവാത്മാ സൗഖ്യം കൊടുക്കുവാൻ തക്കവണ്ണം ആമേൻ നിന്നിൽ വ്യാപരിക്കുന്ന അഭിഷേകം നിന്നിൽ കൂടെ പുറപ്പെട്ട് ആമേൻ ദൈവിക മഹത്വം വെളിപ്പെടുമെന്ന് ആത്മാവിൽ ഞാൻ വ്യക്തമായി ദൂത് കൈമാറുന്നു. ഇന്ന് രാത്രി ഹല്ലേലൂയ ഒരു വ്യക്തിയോട് മാത്രമല്ല ദൂത് എത്ര പേര് ഏറ്റെടുക്കുന്ന ഹല്ലേലൂയ കർത്താവിന്റെ ദാസൻ റെജി ജോണിന്റെ വൈഫിന് ഉഷ റെജിയുടെ പരിശുദ്ധം പറയുന്നത് നീ ഒരു വ്യത്യസ്തമായ ഒരു വ്യക്തിത്വമാണ് ആരെയും പെട്ടെന്ന് വിശ്വസിക്കാത്ത ഒരു വ്യക്തിത്വമാണ് ദൈവാത്മാ പറയുന്നു ആമേൻ പലരെയും വിവേചിക്കുവാൻ തക്കവണ്ണം ദൈവം നിനക്കൊരു കൃപ തന്നിട്ടുണ്ട് പലപ്പോഴും ഹല്ലേലൂയ പലരും നിന്നെ നോക്കി പറഞ്ഞൊരു പൊട്ടിയപ്പോഴാണെന്ന് പക്ഷെ പരിശുദ്ധം പറഞ്ഞില്ല നീ ഒരു ജ്ഞാനിയായ ഒരു സ്ത്രീയാണ് പലരെയും വിവേചിച്ച് ദൈവസന്നിധിയിൽ ആമേൻ ഏറ്റെടുത്ത് ഹല്ലേലൂയ മുന്നോട്ട് കൊണ്ടുവരാൻ അവരെ ആമേൻ വഴി തെറ്റാതെ വേണം അവരുടെ കരം പിടിച്ച് പുറത്തു കൊണ്ടുവരാൻ ദൈവം നിന്നെ ദിവസങ്ങൾ ഉപയോഗപ്പെടുത്തുമെന്ന് ആത്മാവ് വ്യക്തമായ ദൂത് കൈമാറുന്നു. ആത്മാവ് ഇങ്ങനെ തന്നെ പറയുന്നു നശിച്ചു പോകുന്ന ചില തലമുറകളുടെ മധ്യയില് ആമേൻ തകർന്നു പോകുന്ന ചില കുഞ്ഞുങ്ങളുടെ മധ്യയില് ഞാൻ നിന്നെ അയച്ച് ഹല്ലേലൂയ എന്റെ കരം ഞാൻ ബലപ്പെടുത്തി ഞാൻ നിന്നെ മാനിക്കുമെന്ന് ആത്മാവിന് ഞാൻ ദൂത് കൈമാറുന്നു. ആമേൻ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഹല്ലേലൂയ ഇന്ന് രാത്രി എത്ര പേര് വിശ്വസിക്കുന്നു ഹല്ലേലൂയ ദൈവവചന ഹല്ലേലൂയ ആമേൻ അതിന്റെ മേളിൽ നോക്കുമ്പോൾ ഹല്ലേലൂയ 21 വാക്യം പറയുമ്പോൾ യായിറോസിന്റെ മകൾ മരണപ്പെട്ടു യേശുവിനെ പലവട്ടം വിളിച്ചു നമ്മളൊക്കെയാണ് പലവട്ടം വിളിച്ച് ആമേൻ മടുത്തു പോയവരാണ് ആമേൻ ഇന്ന് വരെ മറുപടി കിട്ടിയില്ല പക്ഷെ ബ്രിജിറ്റ് ആന്റി ദൈവാത്മാ പറയുന്നു സമയാകുമ്പോൾ ആമേൻ മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവശക്തി നിന്റെ ഭവനത്തിനകത്തളത്തിൽ മരിച്ചു കിടക്കുന്ന ചില വിഷയങ്ങളെ ഞാൻ ഉയർപ്പിക്കുന്ന ദൈവമാണെന്ന് ഇന്ന് രാത്രി ആത്മാവിന് ഞാൻ ദൂത് കൈമാറുന്നു. ഉടമന ഹദരകധന ചൂടാരഗന്ധന ഇന്ന് രാത്രി ചില മരിച്ചു കിടക്കുന്ന ആമേൻ ഹാലല് ലോക മനുഷ്യന്റെ മുന്നിൽ അസ്തമിച്ചെന്ന് നിന്നെ നോക്കി പറയുന്ന വ്യക്തി ജീവിതങ്ങളുടെ മധ്യയില് ഇന്ന് രാത്രി നീ ഉറയ്ക്കാൻ തയ്യാറാണോ? ആത്മാവ് വ്യക്തമായി പറയുന്നു ആമേൻ ഹാലലൂയ അതിനകത്തുനിന്ന് വിടിവിക്കുന്ന ഒരു ദൈവത്തിന്റെ നീതിയായി കരം ഇന്ന് രാത്രി വെളിപ്പെടുമെന്ന് ആത്മാവിൽ ഞാൻ ദൂത് കൈമാറുന്നു. അന്തൻ രിഗനം ഹിമാല ബൗഷന്ധന അതരഗന്ധന രിഗനം ചൂടാരഗന്ധന അസ്തന രിഗനം രാജേഷ് ജോസഫ് ഹാലലൂയ അഭിഷക്തനെ പരിശുദ്ധ പറയുന്നു ആമേൻ നാളുകളായി ഹല്ലേലൂയ അനുഭവിക്കുന്ന അല്ലെങ്കിൽ ആമേൻ ഹല്ലേലൂയ അകത്തളത്തിൽ കിടക്കുന്ന ചില ചിതറിക്കിടക്കുന്ന ചില വിഷയങ്ങളെ ദൈവം ആമേൻ നേർവഴിയിലോട്ടാക്കി ദൈവം നിന്റെ കരത്തിൽ ഹല്ലേലൂയ അതിന്റെ മറുപടിയായി തരുന്ന ദിവസങ്ങൾ വിദൂരമല്ല. പലപ്പോഴും ഹല്ലേലൂയ ഒറ്റപ്പെടേണ്ട ജീവിതത്തിന്മേൽ എന്താണ് പറയേണ്ടത് എന്താണ് ചെയ്യേണ്ടതെന്ന് പലപ്പോഴും ഹല്ലേലൂയ വരുന്നെങ്കിൽ ദൈവാത്മാവിന്റെ ദേശത്തിന്റെ ശക്തിയെ ജയിക്കുന്ന ഒരു അഭിഷേകം ദൈവം ഈ ദിവസങ്ങൾ തന്നെ ഈ ദിവസങ്ങൾ പോരാടാൻ തയ്യാറാണെങ്കിൽ ആത്മാവ് പറയുന്നു അതിനെ ജയിക്കുന്ന അഭിഷേകം ഈ ദിവസങ്ങൾ ശക്തമായി പ്രാപിച്ച് ആമേൻ ഹല്ലേലൂയ ദൈവം ആഗ്രഹിക്കുന്ന നിലവിൽ ആമേൻ വീണ്ടും ആമേൻ ദൈവസന്നിധി മുട്ടുമടങ്ങാൻ തയ്യാറാണെങ്കിൽ ആത്മാവ് പറഞ്ഞു വിടുവിക്കാൻ ശക്തനാണ്. അതരകന്ധന റീഖാമന ശംധന്തികന വേഗതയോട് തിടുക്കത്തോട് വേല ചെയ്തെടുക്കാൻ തിടുക്കത്തോട് ആത്മാ ഇങ്ങനെ തന്നെ പറയുന്നത് തിടുക്കത്തോട് വേല ചെയ്ത് എന്റെ നല്ല ദാസനെ എന്ന് പേര് ചൊല്ലുവാൻ തക്കവണ്ണം ദൈവം തന്നിരിക്കുന്ന കാഴ്ചപ്പാട് തക്കവണ്ണം ഓടണം. ആമേൻ ഓടിയില്ലെങ്കിൽ ആമേൻ കിരീടം ലഭിക്കുകയില്ല. എന്നാൽ ഇന്ന് രാത്രി ആത്മാവിൽ ഞാൻ പറയട്ടെ ഇന്ന് രാത്രി ഹല്ലേലൂയ വ്യത്യസ്തമായ തലത്തിലേക്ക് ദൈവത്തിന് നീക്കുവാൻ പദ്ധതി ഉണ്ടെന്ന് ഇന്ന് രാത്രി ആത്മാവിനെ ദൂത് കൈവന്നു ആമേൻ പലരും ഹല്ലേലൂയ തകർത്ത് കളയുമെന്ന് വാദിച്ച മണ്ഡലങ്ങളിൽ പരിശുദ്ധാത്മ പറയുന്നു അതിനകത്ത് ഞാൻ നിർത്തുവാൻ ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. ഒന്നുമില്ലായ്മയിൽ നിന്ന് ഇവിടം വരെ കൊണ്ടുവന്നെങ്കിൽ ഒരിക്കലും മറക്കാതെ ദൈവസന്നിധി മുട്ടുമടങ്ങാൻ തയ്യാറാണെങ്കിൽ ചില പ്രവൃത്തി വെളിപ്പെടുമെന്ന് ആത്മാവിനെ ദൂത് കൈമാറും. ആമേൻ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഇന്ന് രാത്രി എത്ര പേര് അതിനെ സ്വീകരിക്കാൻ തയ്യാറാണ്? ആമേൻ ഹല്ലേലൂയ എത്ര പേര് ഇതിനെ സ്വീകരിക്കാൻ ആമേൻ അസ്തമിച്ച് കിടക്കുന്ന എൽജിൻ ജെയിംസ് ഹല്ലേലൂയ ദൈവാത്മ പറയുന്നു അസ്തമിച്ചു ഇനി പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യമില്ല. പക്ഷെ പരിശുദ്ധാത്മ പറയുന്നു അതിനകത്തൊരു ദൈവപ്രവൃത്തിയുണ്ട്. ഇന്ന് രാത്രി എത്ര പേര് ഹല്ലേലൂയ ഹല്ലേലൂയ
മരിച്ചു കിടക്കുന്ന നിർജീവമായിരിക്കുന്ന അകത്തളത്തിൽ ജീവൻ വെക്കാൻ പോകുന്ന ആത്മാവ് വ്യക്തമായി ദൂത് കൈമാറുന്നു. ഇന്ന് രാത്രി ശക്തിയോട് അതിനെ ആരാധിച്ച് ഏറ്റെടുക്കാൻ തയ്യാറാണോ? ഇന്ന് രാത്രി ആരും ഇതിനകത്ത് മൗനമായി ഇരിക്കല്ലേ. വചനത്തിന്റെ ശക്തി പുറപ്പെടുമ്പോൾ നീ സ്വീകരിക്കാൻ തയ്യാറാണോ? ആരാധിക്കാൻ തയ്യാറാണോ? നിന്റെ വിഷയത്തെ ഹല്ലേലൂയ നീ പോലും അറിയാതെ നീ പ്രാർത്ഥിക്കുമ്പോൾ, നീ ആരാധിക്കുമ്പോൾ നിനക്ക് പോലും അറിയാതെ ചില കിലോമീറ്ററുകൾ താണ്ടി കടന്നു ചെന്ന നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ദൈവത്തിന്റെ പ്രവൃത്തി ഇന്ന് രാത്രി ഹല്ലേലൂയ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി ആരും മൗനമായിരിക്കാനല്ല, ഹല്ലേലൂയ നാം ദൈവസന്നിധി ഹല്ലേലൂയ ആയിരിക്കുന്ന വ്യക്തി ജീവിതമേ കാഴ്ചക്കാരായിട്ട് ഇരിക്കാനല്ല. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയുന്നു, ഓരോ വാക്കുകളുടെ ചലനങ്ങൾ നിന്റെ ഭവനത്തിന് അകത്തളത്തിൽ ചലിച്ചുകൊണ്ടിരിക്കുക. നീ പോലും അറിയാത്ത സ്ഥാനത്തിന്മേൽ നിനക്ക് വേണ്ടി കടന്നു ചെല്ലുന്ന ഹല്ലേലൂയ ദൈവാത്മാവ് ഇന്ന് രാത്രി ശക്തിയോടെ പുറപ്പെടുന്നു. ദൈവാത്മാവ് പറയും, നീ നിന്ന് കൊടുത്താൽ മതി. നിന്നിൽ കൂടെ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നീ ആരാധിക്കുമ്പോൾ തന്നെ നിന്നിൽ കൂടെ പകരുന്ന, നിന്നിൽ കൂടെ പുറപ്പെടുന്ന അഭിഷേകത്തിന്റെ ശക്തി അത് വെറുതെ അല്ല, അത് കടന്നു ചെല്ലുന്നിടത്ത് ചെയ്ത് മടങ്ങി വരുന്ന ഒരു ദൈവ സാന്നിധ്യമാണെന്ന് ഇന്ന് രാത്രി മറന്നു പോകലെന്ന് ആത്മാവ് പറയുന്നു. രാത്രി ശക്തിയോട് ചില ഭവനത്തിന് അകത്തളത്തിൽ ഉയരുകയില്ലെന്ന് വാദിക്കുന്ന, ഉയരുകയില്ലെന്ന് ദൈവാത്മാ പറയുന്നു. നീ ഉയരുകയില്ലെന്ന് വാദിക്കുന്ന ചില മേഖലകൾ ആത്മാ പറയുന്നു, ഞാൻ നിന്നെ പൂർത്തീകരിക്കുമെന്ന് ആത്മാ പറയുന്നു. ഹല്ലേലൂയ നീ ഹല്ലേലൂയ പഠനം ഒരിക്കലും പൂർത്തീകരിക്കത്തില്ലെന്ന് വാദിക്കുന്ന ചില മേഖലക്കകത്ത് നിന്റെ ശരീരത്തിൽ ഒതുക്കുന്ന ചില മേഖലകൾ പരിശുദ്ധമാണ് ഇന്ന് രാത്രി നിനക്ക് വേണ്ടി സ്വർഗം ഇറങ്ങാൻ പോകുന്നു. നിനക്ക് വേണ്ടി കാലില്ല നിന്റെ റൂമിനകത്ത് ദൈവ സാന്നിധ്യം ഇറങ്ങുന്നു. നിന്റെ പഠന സാലില്ല കോളേജിൽ മേൽ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങുന്നു. ഇന്ന് രാത്രി നീ മറന്നു പോകല്ലേ. നീ ആരാധിക്കാൻ തയ്യാറാണോ? ഇന്ന് രാത്രി ശക്തിയോട് ആരാധിച്ചോ? ചില കെട്ടുകൾ കാലില്ല നിനക്ക് ചുറ്റും നിൽക്കുന്ന ചില മേഖലക്കകത്ത് പരിശുദ്ധമ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്നെന്ന് ഇന്ന് രാത്രി വ്യക്തമായ ദൂത് കൈമാറുന്നു. ഉടബല ഹദര കഥന ചൂടമന ഹസ്തന ആംധന രിഗത ഹീവാരഗന്ധന ഇന്ന് രാത്രി ദൈവമഹത്വം വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇന്ന് രാത്രി ദൈവത്തിന്റെ വലിയൊരു കരുതൽ വെളിപ്പെടാൻ പോകുന്നു. ഇന്ന് രാത്രി ചിലതിന്റെ പുറപ്പാട് വെളിപ്പെടാൻ പോകുന്നു. ഇന്ന് രാത്രി ആരാധിച്ചോ ചിലതിന്റെ ഭാഷകൾ മാറാൻ പോകുന്നു. ഇന്ന് വരെ ജോൺ ആരും ഇതിനകത്ത് മൗനമായി ഇരിക്കാനുള്ളതല്ല. ഇന്ന് രാത്രി ദൈവാത്മാവ് ചിലതിന്മേൽ ഹല്ലേലൂയ 5 സമയം ഹല്ലേലൂയ തലത്തിലേക്ക് നീങ്ങുവാൻ തക്കവണ്ണം സ്വർഗം ചിലതിന്റെ സ്ഥാമേൻ കാലുകളുടെ കാലിലെ വേഗത കൂട്ടാൻ പോകുന്നു. ഇന്ന് രാത്രി ഇതിന്റെ അഭിഷേകത്തിന്റെ ശക്തി കൂട്ടാൻ പോകുന്നു. ഏറ്റെടുത്തോ ഇന്ന് രാത്രി നിന്റെ ഭവനത്തിന് അകത്തളത്തിൽ നീ ഭാരപ്പെടുന്ന ചില വിഷയത്തിനകത്ത് ദൈവത്തിന്റെ കരുതൽ ഇറങ്ങുന്ന രാത്രിയാണ് ആത്മാവിന് ഞാൻ വ്യക്തമായി ദൂത് കൈമാറുന്നു. ദൈവശക്തി വ്യാപരിച്ചോണ്ടിരിക്കുന്നു. ദൈവശക്തി വ്യാപരിക്കുന്നു. ഹല്ലേലൂയ ദൈവശക്തി വ്യാപരിച്ചോണ്ടിരിക്കുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു പ്രാവശ്യം ഹാലൽ ഞാൻ പ്രാരംഭത്തിൽ കേരളത്തിൽ ഹാലിനെ പാർക്കുവാൻ വന്നില്ല. ചെറിയൊരു ഭവനത്തിൽ പാർക്കൊണ്ടിരിക്കുന്നു. വീട്ടിനകത്ത് ഒത്തിരി പേര് പ്രാർത്ഥിക്കാൻ കടന്നു വന്ന ഹല്ലേലൂയ അവരൊക്കെയും ഹല്ലേലൂയ ചെറിയ വീടാണ്. പക്ഷേ ഹല്ലേലൂയ അന്നത്തെ ദിവസം ഹല്ലേലൂയ പിറ്റേ ദിവസം രാവിലെ ഞാൻ എഴുന്നേൽക്കുന്നതിന് മുന്നമേ തന്നെ ആ വീടിന്റെ ഉടമ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, 1 മാസമേ വീട് തരത്തുള്ളൂ, വീട്ടിൽ നിന്ന് മാറിക്കോണം. ഹല്ലേലൂയ. ഞാൻ ചോദിച്ചു എന്താണ്? പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ടിയാണ് കാർപോച്ച് ഉണ്ടാക്കിയത്, സുലൂന് വേണ്ടിയല്ല കാർപോച്ച് ഉണ്ടാക്കിയത്. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ ചിന്തിച്ചു എന്താണ് കാർപോച്ചുമായിട്ടുള്ള ബന്ധം? പറഞ്ഞു, ഞങ്ങളുടെ വാഹനം, ഞങ്ങൾക്കോ വാഹനമില്ല, പക്ഷെ നിങ്ങൾക്ക് വരുന്ന വാഹനങ്ങൾ മൊത്തം ഞങ്ങളുടെ കാർപ്പോ. പിന്നാണ് മനസ്സിലായത് ദേശത്തിൽ ഹല്ലേലൂയ ഞാൻ അവിടെ പ്രാർത്ഥിക്കുന്നത് കർത്താവ് എനിക്ക് തന്ന പ്രാർത്ഥനയുടെ ശക്തി പുറപ്പെടുന്നത് പല ദേശങ്ങളുടെ ദിക്കിൽമേൽ ചലിച്ചോണ്ടിരിക്കുന്നത് ദൈവാത്മാ വ്യക്തമായി ദൈവാത്മാ പറഞ്ഞു. എന്റെ അടുത്ത് താമസിച്ച വ്യക്തി അനേകർക്ക് ദ്രോഹം ചെയ്തു ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ അവരുടെ നാശനഷ്ടങ്ങൾ അല്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന ഹല്ലേലൂയ അതൊക്കെ അവിടെ ഞാൻ പ്രാർത്ഥിച്ച മുഖാന്തരം പിശാചല്ല അവരുടെ ആടുകൾ എല്ലാം ചത്തോണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ചിന്തിച്ചു, കർത്താവേ അത് എങ്ങനെ സംഭവിച്ചു? ഹല്ലേലൂയ. പക്ഷേ ഹല്ലേലൂയ ഞാൻ അന്ന് ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ ഇവര് പറഞ്ഞ ഡേറ്റിനകത്തളത്തിൽ തന്നെ എനിക്ക് ദൈവം ഭവനം ഒരുക്കി തരണം. ആമേൻ. ഹല്ലേലൂയ.
ഹാലലുയ 14-ാം തീയതി, ഹാലലുയ 15-ാം തീയതിയാണ് ഞാൻ താമസിച്ചെങ്കിലും അടുത്ത മാസം ഹാലലുയ 15-ന് മാറണം. ഞാൻ ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ എനിക്ക് മാറുവാൻ തക്കവണ്ണം, ആമേൻ, എനിക്ക് വീട് മാറണം. ആ വീട് മാറണമെങ്കിൽ കർത്താവ് ആ 15-ന് ഡേറ്റ് ഇനി അടുത്ത ഡേറ്റിലേക്ക് പോകല്ലേ. ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ, വീട് കിട്ടോ. പക്ഷേ ദൈവമേ, ഞാൻ പാർക്കുന്ന ഭവനം അതിനേക്കാളും മനോഹരമായ ഒരു ഭവനം എനിക്ക് ഒരുക്കി തരണം കർത്താവേ. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ ഞാൻ ഒന്ന് ചോദിക്കട്ടെ, പ്രാർത്ഥിച്ചു. ആമേൻ, ഹല്ലേലൂയ. ആമേൻ, 7 ദിവസക്കാലം 21 ദിവസക്കാലം ഞാൻ ഉപവസിച്ചു. 21 കഴിഞ്ഞിട്ടും എനിക്ക് മറുപടി കിട്ടില്ല. 21 ദിവസം വീടിന് വേണ്ടിയാ പ്രാർത്ഥിച്ചത്, വീടിന് വേണ്ടി ഉപവസിച്ചത്. പക്ഷെ പ്രാർത്ഥിച്ചത് മൊത്തം വേറെ വിഷയമായി പോയി. ആമേൻ, ആമേൻ. 21 ദിവസവും ആമേൻ ഉപവാസത്തോടെ ഇരുന്നു. ആമേൻ, ഹല്ലേലൂയ. 19 ദിവസം ശുശ്രൂഷയ്ക്ക് കടന്നുപോയി. ആമേൻ, 19ാമത്തെ ശരീരമായി ബലഹീനമായി. ആമേൻ, വിശ്രമമില്ലാതെ ഓട്ടമായിരുന്നു. ഹല്ലേലൂയ. പിന്നെയും ഹല്ലേലൂയ, പലരും എന്നോട് ചോദിച്ചു, സിസ്റ്ററെ 21 ദിവസം ഉപവസിച്ചിട്ട് വീടിനെ കുറിച്ച് ഒരു വെളിപ്പാട് കണ്ടില്ലേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്കല്ലല്ലോ വീട് വേണ്ട, ദൈവരാജ്യത്തിന് വേണ്ടി ഉപയോഗപ്പെടുന്ന ദൈവത്തിന്റെ ജനം എന്റെ വീട്ടിൽ കടന്നു വന്ന്, കർത്താവ് തരുന്ന വീട്ടിൽ കടന്നു വന്ന് വിടിവിക്കപ്പെടണമെങ്കിൽ അത് എന്റെ ആവശ്യമല്ല, എന്റെ ദൈവത്തിന്റെ ആവശ്യമാണ്. ആമേൻ, ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ. ഞാൻ ആദ്യം പാർത്ത വീട്ടിൽ ഹല്ലേലൂയ എല്ലാവർക്കും ഒരു 10 പേർക്ക് കയറി ഇരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു. ഹല്ലേലൂയ. അത് കഴിഞ്ഞപ്പോൾ ആമേൻ, ഹല്ലേലൂയ, ഒരു ആമേൻ 10-30 പേർക്ക് ഇരിക്കാനുള്ള സാഹചര്യങ്ങൾ ഒന്ന് ഓർത്തണം. വീടുകളെല്ലാം പോയി. ഹല്ലേലൂയ. ഞങ്ങൾ വീട് നോക്കാം. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവെ ഒത്തിരി വീടുകൾ കാണണ്ട, ദൈവം എനിക്ക് തരുന്ന വീട് മാത്രം കാണാൻ ദൈവം എനിക്ക് ഒരുക്കി തരണം. ആമേൻ, അവിടെ ചുറ്റുപാടുള്ളവരെല്ലാരും പറഞ്ഞു, സുഡു ഇവിടുന്ന് പോകല്ലേ, ഞങ്ങൾക്കൊരു അനുഗ്രഹമാണ്. ഞാൻ പറഞ്ഞു, പോകലെന്ന് പറഞ്ഞാലും എനിക്ക് വീട് ലഭിക്കണ്ടേ, ഇവിടെ എവിടെയെങ്കിലും നോക്കണം. അവരാണ് ഏറ്റവും കൂടുതലും ഹല്ലേലൂയ ആവേശം കൂടി വീട് നോക്കാൻ തുടങ്ങിയത്. ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, പെട്ടെന്ന് ഹല്ലേലൂയ 10-ാം തീയതി കഴിഞ്ഞു, നോക്കണം 15 കഴിഞ്ഞാൽ എനിക്ക് വീട് മാറണം. ആമേൻ, നാൾ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ എനിക്ക് വീട് വേണം. ഹല്ലേലൂയ, അങ്ങ് കരുതിയനായ സ്തോത്രം. വീണ്ടും ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ദൈവാത്മാവ് എന്നോട് വീണ്ടും ദൈവസന്നിധിയിൽ 7 ദിവസക്കാലം വേർതിരിക്കാൻ ആഗ്രഹിച്ചു. അന്നാണ് യഥാർത്ഥത്തിൽ ഞാൻ പ്രാർത്ഥിച്ചത്. ഹല്ലേലൂയ. 21 ദിവസം ഞാൻ വീടിന് വേണ്ടി പ്രാർത്ഥിച്ചില്ല. ആമേൻ. 7 ദിവസക്കാലം ഞാൻ ഇരുന്നു എന്റെ ദൈവാത്മാവ് പറഞ്ഞു, 13ാമത്തെ ദിവസം, ആമേ, അതിന് മുന്നേ 10-11 ദിവസം ആ തീയതിയില് ആമേൻ എന്നോട് ഒരു അച്ചായൻ പറഞ്ഞു, അച്ചായനോടത്ത് ഒരു ആന്റി എന്നോട് പറഞ്ഞു, എന്റെ മോളെ ഹല്ലേലൂയ, ഇവിടെ അടുത്തൊരു വീടുണ്ടായിരുന്നു, പക്ഷെ എഗ്രിമെന്റ് എഴുതി ആ വീട് പോയി. ഞാൻ പറഞ്ഞു, കർത്താവ്, ഞാൻ അവരോട് ഇങ്ങനെ പറഞ്ഞു, എഗ്രിമെന്റ് എഴുതിയാലും വീട് പോയാലും ദൈവത്തിന് എനിക്ക് തരാൻ പദ്ധതിയുണ്ടെങ്കിൽ ദൈവം അത് മടക്കി തരും. ആമേൻ. ഞാൻ പ്രാർത്ഥിച്ചില്ല. പക്ഷെ ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയട്ടെ, ആമേൻ, 13ാം തീയതി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ആ വീട് എടുത്ത് എഗ്രിമെന്റ് എഴുതിയ വ്യക്തി ജീവിതങ്ങൾ വീട് മാറണോന്ന് പറഞ്ഞ ആ വീടിന്റെ ഉടമ പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ മാറണ്ട, 1.5 വർഷം കൂടി അവിടെ താമസിച്ചോളാൻ പറഞ്ഞു. ആ എഗ്രിമെന്റ് എനിക്ക് ദൈവം തന്നു. ആമേൻ. ഒറ്റ രാത്രി. ഹല്ലേലൂയ. 13ാം തീയതി വിളിച്ചു പറഞ്ഞു, 14ാം തീയതി അതിന്റെ എല്ലാ ക്രമീകരണം, 15ാം തീയതി ഞാൻ റൂം മാറി. ആമൻ, ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയ വ്യക്തി ചോദമേ, നിനക്ക് വേണ്ടി തക്ക സമയത്ത് ബലമുള്ള കൈക്ക് ഇരിക്കാൻ തയ്യാറാണെങ്കിൽ ഇന്ന് രാത്രി ഇതിനകത്ത് നിൽക്കുന്ന ചിലതിന്മേൽ ദൈവാത്മാവ് പറയുന്നു, ഇതിനകത്ത് ആർക്കൊക്കെ ആവശ്യമാണ് ഞാൻ അറിയുന്നില്ല, പക്ഷെ പരിശുദ്ധം പറഞ്ഞു, നിന്റെ വിഷയത്തിനകത്തളത്തിൽ പാസ്റ്റർ പോൾ ഹല്ലേലൂയ വാസുദേവൻ ദൈവാത്മാവ് പറയുന്നു, നിന്റെ വിഷയത്തിനകത്തിൽ തക്ക സമയത്ത് സ്വർഗത്തിലെ ദൈവത്തിന് ഇറങ്ങുവാൻ പദ്ധതി ഉണ്ടെന്ന് ഇന്ന് രാത്രി ആത്മാവിന് ഞാൻ ദൂത് കൈമാറുന്നു. ഏത് മേഖലയ്ക്കകത്തെന്ന് ഞാൻ അറിയുന്നില്ല. വിവാഹ ബന്ധങ്ങൾ വിഷയമാണോ, അല്ലെങ്കിൽ സാമ്പത്തിക വിഷയത്തോട് ബന്ധപ്പെട്ടാണോ, ഏത് വിഷയത്തിലായാലും ഇന്ന് രാത്രി ആത്മാവിന് ഞാൻ ദൂത് കൈമാറട്ടെ. നീ പ്രാർത്ഥിക്കാൻ തയ്യാറാണോ, നീ ആരാധിക്കാൻ തയ്യാറാണോ? ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവപ്രവൃത്തിയുണ്ട്. ആമേൻ. ഹല്ലേലൂയ. എന്നോട് കാര്യങ്ങൾ വിഷയങ്ങൾ പറയുമ്പോൾ ആ വിഷയത്തിന് വേണ്ടി കൂടുതൽ ഞാൻ പ്രാർത്ഥിക്കാനല്ല, അന്യഭാഷയിൽ പ്രാർത്ഥിക്കും. ഇന്ന് രാത്രി എത്ര പേര് അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ, ഇന്ന് രാത്രി കേൾക്കുന്ന ദൂതിനെ നിങ്ങൾ സ്വീകരിച്ച് അന്യഭാഷയിൽ ആരാധിക്കാൻ തയ്യാറാണോ? ഇന്ന് രാത്രി ഈ മീറ്റിംഗ് തീരുന്നതിന് മുന്നമേ ചില വിടുതൽ കാണാൻ പോകുന്നു. ഇന്നുണ്ടായ സംഭവം ഞാൻ പറയട്ടെ. ആമൻ, ചുണ്ടൽ എന്ന് പറഞ്ഞ സ്ഥലത്തിൽ, മൂന്നാർ എന്ന സ്ഥലത്തിൽ ആമൻ BBS നടന്നുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ആമൻ, അവരുടെ സമ്പത്ത്, ആമൻ, അവരുടെ ഫൈനാൻസ് വന്നപ്പോൾ ആമൻ കാത്തലിക് സിറിയൻ ബാങ്ക് ആമൻ ഫ്രീസ് ചെയ്തു. അവർക്ക് പൈസ എടുക്കാൻ പറ്റുന്നില്ല. ആമൻ, ആന്റി വിഷമത്തോട് അതിനെ കോർഡിനേറ്റ് ചെയ്യുന്ന MSW ആന്റിയാണ്. ആന്റി എന്നെ വിളിച്ചു പറഞ്ഞു,
സിസ്റ്ററെ, കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ എന്റെ കയ്യിൽ ഒന്നുമില്ല. ആമേൻ, സാമ്പത്തികം എല്ലാ സൈഡും ബ്ലോക്ക് ആക്കി. ആമേൻ, ശേഖരിച്ചു വെച്ച ആമേൻ പൈസ ബ്ലോക്കായി. പക്ഷെ ഞാൻ എന്ത് ചെയ്യും? ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, ആന്റി നമുക്കൊന്നും ചെയ്യാനില്ല, പക്ഷെ പ്രാർത്ഥിക്കാം. ഞങ്ങൾ ഹല്ലേലൂയ, എനിക്ക് നല്ല ചുമയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾ ആത്മാവിൽ ആരാധിക്കാൻ തുടങ്ങി. ഇന്ന് രാത്രി ആത്മാവിൽ ആരാധിച്ചു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ആന്റി എന്നെ വിളിച്ചു പറഞ്ഞു, ആമൻ വിളിച്ചു ഫോൺ വെച്ചു. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ 3 പേര് വിദേശികൾ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, ആ അക്കൗണ്ടിലേക്ക് പോകുന്നില്ല, നിങ്ങളുടെ അക്കൗണ്ടിലേക്കുള്ള സാമ്പത്തികം ഞങ്ങൾ ഇടുവാണെന്ന് പറഞ്ഞു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയ വ്യക്തിജീവിതമേ, ഇന്ന് രാത്രി നീ ആരാധിക്കാൻ തയ്യാറാണോ? ഇന്ന് രാത്രി ഹല്ലേലൂയ, സാമ്പത്തികത്തിന്റെ വിടുതലിന് വേണ്ടി നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ അകത്തളത്തിൽ ഇന്ന് രാത്രി വെളിപ്പെട്ടോണ്ടിരിക്കുന്നു. ഇന്ന് രാത്രി ഹല്ലേലൂയ, എന്നെ കേൾക്കുന്ന ദൈവജനമേ, മിണ്ടാതിരിക്കാനല്ല. ഇന്ന് രാത്രി കരങ്ങളെ ആമേൻ കൊണ്ടുവന്നവരൊക്കെ കരങ്ങളെ അടിച്ച് പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ ചില അധികാരികളോട് ഇടപെടുന്ന ഒരു അഭിഷേകത്തിന്റെ ശക്തി ഇന്ന് രാത്രി വെളിപ്പെട്ടോണ്ടിരിക്കുന്നു. ഉടമന ഹദരഗധന ചൂടമന. ഇന്ന് രാത്രി നീ ആരാധിക്കാൻ തയ്യാറായിക്കോ. ഇന്ന് രാത്രി ആരും മൗനമായി ഇരിക്കാതെ വേണം അഭിഷേകത്തോട് ആരാധിച്ച് ചില കൂടാരങ്ങളിലേക്ക്, ചില കരം പിടിച്ച് കേട്ടുന്ന ഒരു വിടുതൽ സംഭവം. ഞാൻ ഇന്ന് പകലുണ്ടായ സംഭവമാണ് ഞാൻ പറഞ്ഞത്. ഇന്ന് രാത്രി ഹല്ലേലൂയ, വലിയ സന്തോഷത്തോടെ എന്നെ വിളിച്ചു പറഞ്ഞു, ഇന്ന് രാത്രി എന്റെ ബലമോ എന്റെ മഹത്വമല്ല, അഭിഷേകത്തിന്റെ ശക്തി പുറപ്പെടുമ്പോൾ ആർക്കും തടയാൻ പറ്റാത്ത ഒരു അഭിഷേകത്തിന്റെ ശക്തി ചില ഡിവൈസിനകത്ത്, ചില കുടുംബത്തിനകത്ത്, ചില വിടുതലിന്റെ സംഭവം ആമേൻ ഇന്ന് രാത്രി വെളിപ്പെട്ടോണ്ടിരിക്കുന്നു. നീ ഒരു അസാധാരണമാണ്. നീ ഈ പ്രാപിച്ചതല്ല, ഇപ്പോൾ ശക്തമായി നീ ആരാധിച്ചോ. യെസ് ബ്രിജിറ്റ് ആൻഡ് യെസ് ഇന്ന് രാത്രി യെസ് സാം ജോൺ ഹല്ലേലൂയ. ഇന്ന് രാത്രി നിന്റെ അഭിഷേകം പുറപ്പെടുന്ന അഭിഷേകമാണ്, ഒതുങ്ങുന്ന അഭിഷേകമല്ല. ഇന്ന് രാത്രി ചില പുറപ്പെടുന്ന അഭിഷേകത്തിന് യെസ് സൂര്യചന്ദ്ര ഏറ്റെടുത്തോ. ഇന്ന് രാത്രി ചില പുറപ്പെടുന്ന അഭിഷേകം. നിരാത്രി ദൈവശക്തി വ്യാപരിച്ചോണ്ടിരിക്കുക. നിരാത്രി ശക്തിയോട് കരങ്ങളെ കൊണ്ടുവന്ന ആരും ഹല്ലേലൂയ ആമേൻ ആരും നിന്റെ ഭവനത്തിൽ നിന്ന് നിന്റെ ഡിവൈസിനകത്ത് നീ ആരാധിക്കുമ്പോൾ നിന്റെ വിഷയം എത്രത്തോളം ആഴത്തിൽ കിടക്കുന്നോ അത്രത്തോളം ആഴത്തിലേക്ക് നീ ആരാധിക്കാൻ തയ്യാറാണെങ്കിൽ ആത്മാവ് പറയുന്നു ചില വിടുതൽ സംഭവിക്കാൻ പോകുന്നു. ശക്തിയോടെ പുറപ്പെടുക, ശക്തിയോട് ചില വിടുതൽ സംഭവിക്കുക. യെസ് ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ. യെസ് ശക്തിയോട് പ്രവീൺ തോമസ് യെസ് നിന്റെ ഭവനത്തിനകത്തളത്തിൽ ചില ഹല്ലേലൂയ ആമേൻ കലത്തിലെ മാവ് കുറയാതെ വേണം, ആമേൻ ഭരണിയിലെ എണ്ണ കുറയാതെ വേണം, ചില സമൃദ്ധി വെളിപ്പെടാൻ പോകുന്നു. ഇന്ന് രാത്രി നിന്റെ ഭവനത്തിന്റെ അകത്തളത്തിൽ വെളിപ്പെടാൻ പോകുന്നു. പ്രവീൺ തോമസ് ആരെന്ന് എനിക്കറിയില്ല, പക്ഷെ അകത്തളത്തിൽ കിടക്കുന്ന ശൂന്യത അവസ്ഥകളെ സ്വർഗം ഇന്ന് രാത്രി മാറ്റുന്ന രാത്രിയാണെന്ന് ഇന്ന് രാത്രി ആത്മാവിന്റെ ദൂത് കൈമാറുന്നു. ഉടമന ഹദരഗദന ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഇന്ന് രാത്രി നീ പ്രാപിക്കുന്ന അഭിഷേകം ഉടമന ഹസ്തന റിഖമന ശാന്തന, നീ പ്രാപിക്കുന്ന അഭിഷേകം നിനക്ക് മാത്രമല്ല പകർന്നു കൊടുക്കുന്ന ഒരു അഭിഷേകമാണ്. നിരാത്രി ഹല്ലേലൂയ ആമേൻ ആമേൻ രക്തസ്രാവമായ സ്ത്രീ നീ മാത്രം വിടുവിക്കപ്പെടുവാനല്ല, ആ ദേശത്തിന്റെ സകലത്തെ വിടുവിക്കപ്പെടുവാൻ നിന്റെ വിടുതൽ അനേകർക്ക് വിടുതലാകാൻ പോകുന്നു. നിരാത്രി ഹല്ലേലൂയ. എന്റെ അനുഭവങ്ങൾ ഞാൻ കൈമാറാൻ ആഗ്രഹിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷെ പരിശുദ്ധ ശക്തിയോട് ഇതിനകത്ത് പുറപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങളെല്ലാം അറിയുന്ന ഒരു കാലഘട്ടമാണ് കൊറോണ കാലഘട്ടം. ആമേൻ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ ഒരു ദൈവദാസൻ ഹല്ലേലൂയ ഒരു സാധാരണ ഒരു സഹോദരൻ എന്നോട് ഫോണിൽ കൂടെ പറഞ്ഞു, നിങ്ങളുടെ വീട്ടിൽ ചാക്ക് കണക്ക് അരികൾ അകത്ത് കയറുന്നു. ഞാൻ ആദ്യം പറഞ്ഞ് എനിക്കൊന്ന് ഗ്രൂപ്പിൽ പറഞ്ഞതായിരിക്കും, പിണറായിയുടെ അരി പോലും എന്റെ വീട്ടിൽ വന്നിട്ടില്ല. ഹല്ലേലൂയ ഹല്ലേലൂയ. എങ്കിൽ ചാക്ക് കണക്ക് കയറണമെങ്കിൽ പിണറായിയുടെ അരി നമ്മൾ ആഗ്രഹിക്കാതിരിക്കത്തില്ല അല്ലേ? ആമേൻ. ഞാൻ ചിന്തിച്ചു, കർത്താവേ ഇത് എങ്ങനെ? പക്ഷെ ഞാൻ പറയട്ടെ, ഇന്ന് രാത്രി ഹല്ലേലൂയ ആ ദൂതിനെ ഞാൻ പിടിച്ചെടുത്തു. ഇന്ന് രാത്രി എത്ര പേര് അതിനെ സ്വീകരിക്കാൻ പോകുന്നു? ഇന്ന് സ്വീകരിക്കാൻ പോകുന്ന ആമേൻ 100 കണക്കിന് കുടുംബങ്ങൾക്ക് കൊടുക്കുവാൻ തക്കവണ്ണം ആമേൻ എന്റെ കരത്തിൽ 1 രൂപ ബാലൻസ് ഇല്ല. ആമേൻ ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയുന്നു, നിന്നിൽ അഭിഷേകമുണ്ട്. നീ പകർന്നിരിക്കുന്ന അഭിഷേകത്തിന്റെ ശക്തിയോട് നീ ആരാധിക്കുമ്പോൾ നിന്റെ ഭവനത്തിന്റെ സ്ഥിതി മാറാൻ പോവാ. കേട്ടോ റെജി ജോൺ പാസ്റ്ററെ, നിങ്ങളുടെ ഭവനത്തിൽ നിന്ന് അനേകർക്ക് ഭക്ഷണങ്ങൾ കൊടുക്കുന്ന പുറത്തു പോകാൻ പോകുന്നു. ഇന്ന് രാത്രി നിങ്ങൾ സ്വീകാരമാണോ? ഇന്ന് രാത്രി പണിയാൻ തയ്യാറാണോ? ഇന്ന് രാത്രി ഇതിനകത്ത് നിൽക്കുന്ന ചിലതിനെ ചാരിറ്റിയിലേക്ക് ഹല്ലേലൂയ ആമേൻ ദൈവരാജ്യത്തിന് വേണ്ടി ആമേൻ അനേക വിശന്ന് നിൽക്കുന്നവർക്ക് ആമേൻ ഭക്ഷണങ്ങൾ കൊടുക്കുവാൻ ഇന്ന് രാത്രി ചിലതിന്റെ സ്ഥിതി മാറുന്ന രാത്രിയാണ്. നിസ്സാരമല്ല കർത്താവിന്റെ കൃപയാൽ ഹല്ലേലൂയ ചെയ്തതാണ് ഞാൻ പറഞ്ഞത്.
ആമേൻ. ഇന്ന് രാത്രി എത്ര പേര് അതിനെ ദൂതിനെ ഏറ്റെടുക്കാൻ തയ്യാറാണ്? ഇന്ന് രാത്രി ആ ദൂതിനെ ഏറ്റെടുക്കാൻ. ആമേൻ. നിന്റെ ശൂന്യത കണ്ട്, ഇപ്പോൾ നീ കാണുന്ന ശൂന്യത, ഇപ്പോൾ നിന്റെ ഭർത്താവിനെ നോക്കുമ്പോൾ ആമേൻ, നിന്റെ ഭർത്താവ് നിനക്ക് ഒരു കരുതലില്ലായിരിക്കും. അത് നിന്റെ മക്കൾ നിന്ന് നിനക്ക് കരുതലില്ലായിരിക്കും. നിന്റെ ഭവനത്തിന്റെ സ്ഥിതി നോക്കുമ്പോൾ നിനക്ക് കരുതലില്ലായിരിക്കും. പക്ഷെ ഇന്ന് രാത്രി ആത്മാവ് പറയുന്നു, ഇന്നത്തെ കണ്ടോണ്ടല്ല നിന്റെ ഭാവിയെ കുറിക്കുന്നത്. ആമേൻ. നിന്റെ ഭാവി അതിമഹത്വമാണ്. അതുകൊണ്ടാണ് നീ ഭാവി ഇന്ന് കാണുന്നത്. ഇന്ന് രാത്രി ദൈവശക്തി വ്യാപരിച്ചോണ്ടിരിക്കുക. ഹല്ലേലൂയ. എനിക്കറിയില്ല, പിടിച്ചു നിൽക്കാൻ വയ്യാത്തൊരു അഭിഷേകം ഇതിനകത്ത് വ്യാപരിച്ചോണ്ടിരിക്കുക. ഇന്ന് രാത്രി മൗനമായിരിക്കല്ലേ. ഇന്ന് രാത്രി ചില ഭവനത്തിന്റെ അകത്തളത്തില്, ഭവനത്തിന്റെ അടിസ്ഥാനങ്ങളെ മാറ്റിമറിക്കുന്ന രാത്രിയാണെന്ന് ഇന്ന് രാത്രി വ്യക്തമായി ചൂത് കൈമാറുന്നു. നിരാത്രി ശക്തമായി ആരാധിച്ചോ. നിരാത്രി ദൈവശക്തി വ്യാപരിച്ചോണ്ടിരിക്കുക. നിരാത്രി ദൈവ സാന്നിധ്യം വ്യാപരിച്ചോണ്ടിരിക്കുക. ചിലരുടെ ഭവനത്തിന്റെ സ്ഥിതികൾ മാറിക്കൊണ്ടിരിക്കുന്നു. നിരാത്രി അസാധാരണമായ ദൈവശക്തി വ്യാപരിച്ചോണ്ടിരിക്കുകയാണ്. ഉന്നതന്മാരുടെ മധ്യയില് നിന്നെ ഇരുത്താൻ പോകുന്നു. ആമേൻ. നിന്നെ പകയ്ക്കുന്നവരുടെ മധ്യം നിന്നെ ഇരുത്താൻ പോകുന്നു. ഇന്ന് രാത്രി ദൈവശക്തി വ്യാപരിച്ചോണ്ടിരിക്കുക. ഇന്ന് രാത്രി ദൈവശക്തി ഹല്ലേലൂയ. ആമേൻ. ആരാധിക്കാൻ പറ്റുന്നവര് ആമേൻ നൃത്തമാടി ആരാധിക്കോ. നിന്ന് ആരാധിക്കാൻ പറ്റുന്നവർക്ക് നിന്ന് ആരാധിച്ചോ. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രി അസാധാരണമായി ചില അടിസ്ഥാനങ്ങളെ നോക്കി ദൈവപ്രവൃത്തി വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി സൂര്യചന്ദ്ര നീ ഏറ്റെടുത്തോ. ഹല്ലേലൂയ. നിന്നെ അഭിഷേകമുണ്ട്. ആമേൻ. കേട്ട് കേൾവി നിൽക്കുന്ന ആളായിട്ടല്ല ഇന്ന് രാത്രി ദൈവം നിന്നെ പുറത്തിറക്കുന്ന ദിവസങ്ങൾ വിദൂരമല്ല. ഇന്ന് രാത്രി ദൈവശക്തി വ്യാപരിക്കുക. യെസ്, ഇന്ന് രാത്രി ദൈവശക്തി വ്യാപരിക്കുക. ഇന്ന് രാത്രി ശൂന്യതായി കിടക്കുന്ന ചില മേഖലയ്ക്കകത്ത് ദൈവാത്മ ഇറങ്ങി വരുന്നു. ഓ റീഖാമാന ഹദര കഥന. എനിക്ക് ഇതിനകത്ത് ആരാന്നറിയില്ല, ആരൊക്കെയാന്ന്. ചിലതിനെ ദൈവാത്മ പറയുന്നു, നിന്റെ കരം പലർക്കൊരു ആശ്വാസമാകാൻ പോകുന്നു. നിന്റെ കരം അനേകർക്കൊരു ആശ്വാസമാകാൻ പോകുന്നു. ശാക്തിയോട് നിന്റെ കരം ആശ്വാസമാകാൻ പോകുന്നു. നിന്റെ കരം ആശ്വാസം. എന്നോടൊക്കെ ഈ ദൂതൊക്കെ കേൾക്കുമ്പോൾ ഞാനൊക്കെ ചിരിച്ചു പോയിട്ടുണ്ട്. കാരണം എനിക്കോ ഇല്ല, അവന് ഞാൻ മറ്റുള്ളവർക്ക് എങ്ങനെ കൊടുക്കും. പക്ഷെ എന്നെ പഠിപ്പിച്ചൊരു നീ ആമേൻ ഇല്ലായ്മയില് നിലവിളിക്കുന്നത് നിനക്ക് മാത്രമല്ല, ആഴത്തിലേക്ക് വല വീശാൻ നീ തയ്യാറാണോ? അത് പെരുത്ത കൂട്ടമാണ്. അത് നീ മാത്രം കഴിക്കുവാനല്ല, അനേകം നിനക്ക് ചുറ്റും നിൽക്കുന്നവർക്ക് കൊടുക്കുവാൻ തക്കവണ്ണം നിന്റെ കരത്ത് സമർത്ഥി തരാൻ പോകുന്നു. എത്ര പേര് ആ ദൂതിനെ ഏറ്റെടുക്കുന്നു? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ റഖംദന അദരഖംദന റിഖാലബാശംദന. ഇന്ന് രാത്രി ദൈവത്തിന്റെ സാന്നിധ്യം നിന്റെ കാൽച്ചുട്ടുകളുടെ ഹല്ലേലൂയ നീ പ്രാപിച്ച അഭിഷേകം, നീ പ്രാപിച്ച പ്രാർത്ഥന വരങ്ങളെ അവൻ നിനക്ക് മാത്രം, നിന്റെ വിടുതലിനോ നിന്റെ സഭയ്ക്ക് മാത്രമല്ല, ദേശത്തിന് വിടുതലാണ്, രാജ്യങ്ങൾക്ക് വിടുതലാണ്, നാമൻ പട്ടണങ്ങൾക്ക് വിടുതലാണ്. ഇന്ന് രാത്രി ദൈവശക്തി വ്യാപരിക്കുക. നിരാത്രി ദൈവശക്തി വ്യാപരിക്കുക. ദൈവശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കുക. നിരാത്രി എത്ര പേര് അതിനെ സ്വീകരിക്കുന്നു? ഓ റബാലഖന്ധന സ്തോത്രം പറഞ്ഞു. നിരാത്രി നീ സ്തോത്രം പറയുന്നു. നിന്റെ സ്തോത്രത്തിന്റെ മേൽ നിന്റെ നാവിനെ നിറയ്ക്കാൻ പോകുന്നു. നിരാത്രി ചിലതിന്റെ നാവിനെ നിറയ്ക്കുന്ന രാത്രിയാണ്. യെസ്, അനുഭവങ്ങളാണ് ഞങ്ങൾ പറയുന്നത്. അവൻ മറ്റുള്ളവരുടെ അനുഭവമല്ല, എന്റെ അനുഭവം ഞാൻ പറയുന്നത്. ആമൻ. ഞാൻ പറയട്ടെ, ഹല്ലേലൂയ. വിശാഖപട്ടണത്തുനിന്ന് ഞാൻ കേരളത്തിലേക്ക് വരുന്ന സമയത്ത് ഒരു ബാഗ് നിറച്ച് തുണിയുണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടംപോലെ വസ്ത്രങ്ങൾ ഉണ്ടായിരുന്ന ആളായിരുന്നു. ആമൻ. ആ വസ്ത്രം ആമേൻ ആരോ എടുത്തോണ്ട് പോയി ട്രെയിനിൽ വെച്ച്. ആമേൻ. ഹല്ലേലൂയ. ഞാൻ ഒത്തിരി വേദനിച്ചു. കർത്താവേ, ആമേൻ, ഇനി ഞാൻ പുതിയ തുണികളൊക്കെ മേടിക്കണ്ടേ? ആമേ. ബോംബെ പട്ടണത്തിൽ തയ്ച്ച തുണികളാ. എന്റെ വിഷമം മൊത്തം തയ്ച്ച തുണികൾ നഷ്ടപ്പെട്ടു. കാരണം നമ്മൾ ഇഷ്ടപ്പെട്ട തുണികൾ, പക്ഷെ നഷ്ടപ്പെട്ടോണ്ടാണ് തുണികളുടെ വില മനസ്സിലായത്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയ വ്യക്തി ജീവിതമേ, അനേകർക്ക് കൊടുക്കുവാൻ തക്കവണ്ണം ഈ കരത്തെ ബലപ്പെടുത്തിയെങ്കിൽ ഇന്ന് രാത്രി ഹല്ലേലൂയ അതിന് സാക്ഷിയാണ് സിജി. ഹല്ലേലൂയ. അതിന് സാക്ഷിയാണ് അനിൽ പാസ്റ്റർ. ആമേൻ. ഇന്ന് രാത്രി എത്ര പേര് വിശ്വസിക്കുന്നു? ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയ വ്യക്തി ജനമേ, നിന്റെ കരം ബലപ്പെടുത്താൻ പോ. ഒന്ന് പറഞ്ഞ് നിങ്ങളുടെ കരങ്ങളെ ഒന്ന് പറഞ്ഞ്, രണ്ട് കരങ്ങളെ അടിച്ചൊന്ന് പറ, ഈ കരം ദൈവരാജ്യത്തിന് ബലപ്പെടാൻ പോവാ. ആമേൻ. എനിക്ക് മാത്രമല്ല, ദൈവരാജ്യത്തിന് ബലപ്പെടാൻ പോവാ. ഇന്ന് രാത്രി ചിലതിന്റെ കരങ്ങളെ ബലപ്പെടുത്തുന്ന രാത്രിയാകട്ടെ.
ഓറബാല ഹദരഗധന ആംധന അരികന അതരകാംധന. ഒരു നേരത്തിന്റെ ആഹാരത്തിന് വേണ്ടി കരഞ്ഞ ദൈവമക്കളെ ഇന്ന് രാത്രി നീ അനേകർക്ക് കൊടുക്കുന്നെങ്കിൽ ദൈവാത്മാവ് പറയുന്നു അത് എന്റെ മഹത്വം നിന്നിൽ കൂടെ വെളിപ്പെടുന്നതാണ്. ഇന്ന് രാത്രി യാത്ര അതിനെ സ്വീകരിക്കാൻ തയ്യാറാണ്. ഇന്ന് രാത്രി ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ഉദാമന ഹദരകാംധന റിഖാമന ശാംധന. ഇന്ന് രാത്രി ദൈവകരത്തിൽ ഏൽപ്പിച്ചു കൊടുത്തേ, ഇന്ന് രാത്രി ദൈവകരത്തിൽ ഏൽപ്പിച്ചു കൊടുത്തേ. അനേക കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസത്തിൽ നീ ഒരു ബുക്ക് മേടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നിന്റെ തലമുറ ഒന്നിനും കരയത്തില്ല. ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും ദൈവസന്നിധി പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമാണ്, കർത്താവ് എവിടെയെങ്കിലും ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്റെ തലമുറ അതിനു വേണ്ടി അലയ ദൈവം സമ്മതിക്കല്ലേ. ഇന്ന് രാത്രി ചില ക്ഷണത്തിൽ വിടുതൽ വെളിപ്പെടാമോ? ഇന്ന് ദൈവസന്നിധിയിൽ നിന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണോ? ഇന്ന് രാത്രി നീ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണോ? ഇന്ന് രാത്രി നീ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണോ? ഇന്ന് രാത്രി നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവകരം ഇറങ്ങാൻ പോകുന്നു. ഇന്ന് രാത്രി ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തേ, നിന്റെ കാലിനെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തേ, നിന്റെ ഹൃദയത്തെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. ഗ്ലോറമാന ഹസ്തന ഇന്ന് രാത്രി ഞാൻ പേരുകൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഈ ദിവസങ്ങൾ നിങ്ങൾ കുറിച്ചു വെച്ചോ. ഇന്നേക്ക് 4 മാസത്തിനകത്തളത്തിൽ ദൈവാത്മാവ് പറയുന്നു ചിലതിനെ ഉറപ്പിക്കാൻ പോകുന്നു. ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുന്നു ശുശ്രൂഷ മണ്ഡലത്തിൽ നിന്റെ കരത്തെ ബലപ്പെടുത്തുവാൻ ചിലതിനെ 4 മാസത്തിനകത്തളത്തിൽ ചിലതിനെ ഉറപ്പിക്കാൻ പോകുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആർക്കും സ്വീകാരമില്ലെന്ന് തോന്നുന്നു, എനിക്ക് മാത്രമല്ല ഞാൻ സ്വീകരിക്കുന്നു. അതൊന്ന് പറഞ്ഞേ, ഞാൻ ബലപ്പെടാൻ പോവാ. ഇന്ന് രാത്രി ഒന്ന് പറ ഹല്ലേലൂയ കർത്താവേ. അപ്പൊ നിങ്ങൾ പറയും ഹല്ലേലൂയ ലോൺ ഉണ്ട് സിസ്റ്ററെ, ലോൺ കൊടുക്കാനുണ്ട്, കടങ്ങൾ കൊടുക്കാനുണ്ട്. ആമേൻ ഹല്ലേലൂയ. മറ്റു കുഞ്ഞുങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊന്നും നിന്റെ ലിസ്റ്റിനകത്തുള്ളതല്ല, ദൈവം പറഞ്ഞ ലിസ്റ്റിനകത്ത് ഉള്ളതല്ല കേട്ടോ സുമ സിസ്റ്ററെ. ഹല്ലേലൂയ. നിന്റെ കരം ബലപ്പെടുത്താൻ പോവാ. കൊടുക്കാൻ തയ്യാറാണോ? ഇന്ന് രാത്രി എത്ര പേര് കൊടുക്കാൻ തയ്യാർ? ഞാൻ സുമ സിസ്റ്ററിന് എന്റെ അടുത്ത ഒരു ഡിവൈസിനകത്ത് ഇരിക്കുന്നോണ്ടാ പേര് പറഞ്ഞു. നിങ്ങൾ ആരും ചിന്തിക്കില്ല ഞാനും സുമ സിസ്റ്ററുമായിട്ട് ഒരു പരിചയവും ഇല്ല, ഞങ്ങൾ ഈ ഡിവൈസിനകത്ത് മാത്രം കണ്ടു. പക്ഷേ എനിക്കൊരു ആത്മഭാരം തന്നിലുണ്ട്. ഇന്ന് രാത്രി ദൈവാത്മാവ് നിന്റെ സ്ഥിതി മാറാൻ പോകുന്നു. ഇന്ന് രാത്രി ദൈവാത്മാവ് നിന്റെ സ്ഥിതി മാറുന്ന രാത്രിയാണ്. ഇന്ന് രാത്രി ഹല്ലേലൂയ. ആമൻ. നിന്റെ കടം മാറാൻ വേണ്ടി അല്ല നീ ഡിവൈസിനകത്ത് കയറിയത്, നിന്റെ വിഷയത്തിന് മറുപടി തരാൻ അല്ല ഡിവൈസിനകത്ത് കയറിയത്. ഇന്ന് രാത്രി നീ ഉറയ്ക്കാൻ തയ്യാറാണ്. ഇന്ന് രാത്രി ഹല്ലേലൂയ നിങ്ങൾ ഉറയ്ക്കാൻ, നിങ്ങൾ ഇത്ര ഇന്ന് രാത്രി ആരാധിക്കാൻ തയ്യാറാണെങ്കിൽ ഇന്ന് രാത്രി അടുത്ത വചനത്തിൽ നിങ്ങളുടെ ചുറ്റും വിടുതൽ വെളിപ്പെടാൻ പോവാ. ഇന്ന് രാത്രി ഒന്ന് ആരാധിച്ച് ദൈവസന്നിധി ഏൽപ്പിച്ചു കൊടുത്ത് ഇന്ന് രാത്രി നിങ്ങളൊന്ന് ആരാധിച്ചേ. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസനെ ഏറ്റെടുത്തു. ഇന്ന് രാത്രി ഹല്ലേലൂയ. ആമേൻ. ഞാൻ ഹല്ലേലൂയ ആമേൻ ഷിജീനുവിന് കർത്താവിന്റെ ദാസൻ റജി ജോൺ ഹല്ലേലൂയ 2-3 കുറെ പേരുടെ ആമേൻ ഞാൻ അവരെയൊക്കെയും ഹല്ലേലൂയ ഓർക്കുമ്പോഴൊക്കെയും പ്രാർത്ഥിക്കുന്നു. എനിക്കറിയില്ല, പക്ഷെ ആത്മഭാരത്തോട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു വാക്കെങ്കിലും പ്രാർത്ഥിക്കാൻ ദൈവം എന്നെ ഉപയോഗ കർത്താവേ ഈ വ്യക്തി ജീവിതങ്ങളുമേൽ കൽപ്പിച്ച ദൂതുകൾ അത് സംഭവിക്കട്ടെ. ഇന്ന് രാത്രി നാളത്തേനാകാനല്ല കേട്ടോ. ഇന്ന് രാത്രി ചില വിടുതൽ വെളിപ്പെടാൻ പോവാ. അനി ബേബി പാസ്റ്റേ ആമേൻ. ദൈവം പറയുന്നത് ഈ സുമിനകത്ത് നിൽക്കുന്ന പലർക്കും വിടുതൽ വെളിപ്പെട്ട് പലരും ഇതിനകത്ത് പോകും, ഇതിനകത്തുനിന്ന് പുറത്തു പോകും. പുതിയ ജനത്തെ പണിയുവാൻ, വീണ്ടും പണിയുവാൻ തക്കവണ്ണം ദൈവം ചിലതിനെ ബലപ്പെടുത്താൻ പോകുന്നു. ഇന്ന് രാത്രി ഞാൻ അനുഭവസ്ഥനാണ്. ഞങ്ങളുടെ സുമ തുടങ്ങിയ സമയം മുതൽ ജോലിയില്ലാത്തവരുടെ ലിസ്റ്റുകൾ മാത്രമേ ഉള്ളായിരുന്നു. ആമേൻ ഹല്ലേലൂയ. ഞങ്ങളുടെ സൂമിൽ മൊത്തം ഹല്ലേലൂയ വിദേശികളായിരുന്നു, പക്ഷെ മൊത്തം ജോലി ഇല്ലാത്തവരായിരുന്നു. ആമേൻ. നിങ്ങൾക്ക് ആർക്കും സ്വത്രം ഇല്ലെന്ന് തോന്നുന്നു. സിസ്റ്റർ പറയുന്നത് തെറ്റാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. അതിന്റെ വലിയ സാക്ഷിയാണ്. ആമേൻ ഹല്ലേലൂയ. പക്ഷെ ഞാൻ പറയട്ടെ, ഇപ്പൊ ഒറ്റ വ്യക്തി പോലും ഇല്ല, എല്ലാത്തിനും ജോലി കിട്ടി. ആമേൻ ആമേൻ ഹല്ലേലൂയ. പിന്നെ അത് കഴിഞ്ഞൊരു സെക്ഷൻ കിട്ടി. ആമേൻ ആമേൻ തലമുറകളില്ലാത്തവര്. ആമേൻ ഒരു കൂട്ടം സമയത്ത് മൊത്തം പ്രഗ്നൻസിക്കാര് മാത്രമായിരുന്നു, അവരുടെ ഡെലിവറി ആയി. ആമ ഇപ്പോൾ ഒരാൾ മാത്രമേ ഉള്ളൂ ഡെലിവറിക്ക് വേണ്ടി, 2 മിനിറ്റ് മാത്രമേ ഉള്ളൂ ഡെലിവറിക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. എല്ലാത്തിന്റെ ഡെലിവറി. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നേ, നീയും ഞാനും പ്രാപിക്കുന്ന അഭിഷേകം സീസൺ മാറിക്കോണം. ഹല്ലേലൂയ. നിന്റെ ശുശ്രൂഷയുടെ സീസൺ മാറിക്കോണം. എന്റെ അനുഭവങ്ങളാണ് ഞാൻ പറയുന്നത്. ആമേൻ. ഞങ്ങൾ ആത്മാവേ ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ. ചില ആത്മാവിൽ ഞാൻ ദൂത് കൈമാറട്ടെ. പുറപ്പെടുന്ന ചില കൂട്ടങ്ങളെ ആമേൻ ദിവസങ്ങൾ ആമേൻ ചിലതിനോടൊക്കെ ദൂത് 3-4 രാജ്യങ്ങൾ ആമേൻ ക്രോസ് ചെയ്യുമെന്ന് പറഞ്ഞാൽ പല രാജ്യങ്ങൾ ക്രോസ് ചെയ്ത് ഇതിനകത്ത് കയറുന്നുണ്ടവരുണ്ട്. ഹല്ലേലൂയ. ഞാൻ ആമേൻ ഞങ്ങളുടെ പ്രാർത്ഥന കൂട്ടത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞത്. ആമേൻ നിങ്ങളുടെ ഗ്രൂപ്പിനകത്ത് ഇതിനേക്കാൾ ശ്രേഷ്ഠമായി നടത്തുന്നതാണ്
ആമൻ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയ വ്യക്തി ജീവിതമേ, നീ പ്രാർത്ഥിക്കുന്ന ആമൻ ഞാൻ ആരെ ഹല്ലേലൂയ ആമൻ ചുമ്മാതിരിക്കാൻ കൊടുക്കത്തില്ല. ഞങ്ങളുടെ ഗ്രൂപ്പിനകത്ത് ഹല്ലേലൂയ ആമൻ അസാധാരണമായ ദൈവശക്തിയുണ്ട്. ആമൻ ബേബി പാസ്റ്ററിയാ എല്ലാവരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കും, എല്ലാവരെയും കൊണ്ട് ഉപവസിപ്പിക്കും. ഹല്ലേലൂയ. അതിന്റെ മഹിമകളല്ല ഞാൻ പറയുന്നത്. കാരണം ആമൻ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചില്ലെങ്കിൽ അവരുടെ വിഷയം ദൂത് കേട്ട് ഇറങ്ങിയിരിക്കുന്നവരായിട്ടല്ല. ഇന്ന് രാത്രി ആത്മാവിനെ ദൂത് കൈമാറും. നീ പ്രാർത്ഥിക്കാൻ തയ്യാറാണോ? നീ ആരാധിക്കാൻ തയ്യാറാണോ? ഇന്ന് രാത്രി നിനക്കുള്ള വിടുതൽ ഈശ്വരത്തിലുണ്ട്. ഓ ശക്തിയോടെ ആരാധിച്ചോ ഇന്ന് രാത്രി. ശക്തിയോടെ ചില ആരാധനക്കകത്ത് ആമൻ ജോഷി ഹല്ലേലൂയ ചെന്നൈ ആരാധിച്ചോ, ഡെയ്സി കോശി ആമൻ ആരാധിച്ചോ. ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിന്മേൽ ആ സാധാരണമായ ദൈവശക്തി വ്യാപരിക്കുക. ഇതിനകത്ത് നിൽക്കുന്ന ചില രോഗബന്ധനങ്ങൾ, ഉദര സംബന്ധമായ രോഗബന്ധനങ്ങൾ ഇന്ന് രാത്രി അഴിച്ചു മാറ്റുന്നു. രാത്രി ദൈവശക്തി വ്യാപരിച്ചോണ്ടിരിക്കുക. ഇന്ന് രാത്രി ദൈവശക്തി ഹല്ലേലൂയ വഴികൾ തുറക്കുന്ന ഹല്ലേലൂയ. ഇന്ന് രാത്രി ചിലതിന്റെ ഉറക്കത്തെ കെടുത്താൻ പോകട്ടെ. അനിബേബി പാസ്റ്റേ ആമൻ ചില ഉറക്കത്തെ കെടുത്താൻ പോവാ. ആമൻ രാജാവ് മാനിക്കുന്ന പുരുഷന് ഈ പെന്ത് നൽകണം എന്ന് ദൂത് പറയും. വചനം പറയുമ്പോൾ ആത്മാവൻ നിന്റെ പേരുകളെ ചിലതിനെ ഓർക്കാൻ പോകുന്നു. ഹല്ലേലൂയ. അഭിഷേകം നിന്റെ പേര് ഓർക്കാൻ പോകുന്നു. ആമൻ കരം പിടിച്ചു ആമൻ ഉറപ്പിക്കാൻ പോകുന്നു. കരം പിടിച്ച് ഉറപ്പിക്കാൻ പോകുന്നു. ആമൻ അതിശയിക്കുന്നത് പോലെ ഇങ്ങനെ ദൈവത്തിന് ചെയ്യാൻ പറ്റുമോ എന്ന് ചില ഹല്ലേലൂയ ആയിരിക്കുന്ന മണ്ഡലത്തിൽ നിന്ന് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കരം പിടിച്ചു കൊണ്ടുപോകുവാൻ ഈ ദിവസം ഒരുങ്ങിക്കൊള്ളാൻ ആത്മാവ് പറയുന്നു. ഇങ്ങനെ കാണിക്കുന്നു 5 ദിവസം. എനിക്കറിയില്ല 5 ദിവസത്തിനുള്ളിൽ എന്ത് നടക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷെ 5 ദിവസത്തിനുള്ളിൽ എന്ത് അത്ഭുതം നടക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷെ പരിശുദ്ധാത്മ പറയാൻ പറഞ്ഞു 5 ദിവസത്തിനുള്ളിൽ ആമൻ ദൈവാത്മ ചില ചലിക്കാൻ പോകുന്നു. ഇന്ന് രാത്രി ആരാധിച്ച കെട്ടുകൾ പൊട്ടിക്കാൻ തയ്യാറാണോ? ഇന്ന് രാത്രി ദൈവശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് രാത്രി ഹല്ലേലൂയ ഇന്ന് രാത്രി ദൈവശക്തി വ്യാപരിച്ചോണ്ടിരിക്കുക. ഇന്ന് രാത്രി ദൈവശക്തി ചില 5 ദിവസം ഈ ഗ്രൂപ്പിനകത്ത് അനിബേബി പാസ്റ്ററോട് മാത്രമല്ല 5 ദിവസത്തിനകത്ത് ചിലതിൽ ചലിക്കുന്ന ആമൻ ചില ചലനമച്ച് കിടക്കുന്ന മരണക്കെട്ട് കിടക്കുന്ന ആമൻ ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുന്നു ആമൻ ഹല്ലേലൂയ ആർക്കും ഒതുക്കാൻ പറ്റാത്ത ചില മണ്ഡലങ്ങള് ഇന്ന് രാത്രി 5 ദിവസങ്ങൾക്കുള്ളിൽ ചില വിടുതൽ സംഭവിക്കാൻ പോകുന്നു. ഇന്ന് രാത്രി ആരാധിച്ചോ. ഇന്ന് രാത്രി മൗനമായിരിക്കാനല്ല. ഇന്ന് രാത്രി അസാധാരണമായ ദൈവശക്തി വ്യാപരിച്ചോണ്ടിരിക്കുക. ഇന്ന് രാത്രി ദൈവശക്തി വ്യാപരിച്ചോണ്ടിരിക്കുക. ഇന്ന് രാത്രി ദൈവ സാന്നിധ്യം വ്യാപരിച്ചോണ്ടിരിക്കുക. ഇന്ന് രാത്രി ദൈവശക്തി വ്യാപരിച്ചോണ്ടിരിക്കുക. ഇന്ന് രാത്രി ദൈവശക്തി വ്യാപരിച്ചോണ്ടിരിക്കുക. പ്രവീൺ തോമസ് വീണ്ടും ആരാധിച്ചോ. നിന്റെ ഭവനത്തിൽ വലിയൊരു വിടുതൽ വെളിപ്പെടുക. ഷാച്ചി മാത്യു ഏറ്റെടുത്തു. ഹല്ലേലൂയ ഇന്ന് രാത്രി വിടുതൽ. യെസ് റീന ഫിലിപ്പ് ആമൻ ബാസു ഹല്ലേലൂയ യെസ് ഹല്ലേലൂയ ആമൻ ദൈവസന്നിധിയിൽ ആത്മാവ് പറയുന്നു ആമൻ നിന്നെ പട്ടണത്തിലാക്കിയതിന് ദൈവത്തിന് ഒരു പദ്ധതിയുണ്ടെന്ന് ആത്മാവ് പറയുന്നു. ഒരു നീതി പ്രവൃത്തിയുണ്ട്. ചില ദൈവാത്മാവ് പറയുന്നു തകർന്നു കിടക്കുന്ന ചിലതിനെ ചേർത്ത് നിർത്തുവാന്, ചിലരെ കരം പിടിച്ചു നിർത്തുവാൻ തക്കവണ്ണം അഭിഷക്തനെ ദൈവത്തിന്റെ പദ്ധതി ഉണ്ടെന്ന് ഇന്ന് രാത്രി ആത്മാവിന്റെ ദൂത് കൈമാറും. ഇന്ന് രാത്രി ദൈവശക്തി വ്യാപരിച്ചോണ്ടിരിക്കും. ഇന്ന് രാത്രി ദൈവശക്തി വ്യാപരിച്ചിരിക്കുക. യെസ് ഹല്ലേലൂയ ആമേ ബേബി പി എബ്രഹാം ഏറ്റെടുത്തോ. ഇന്ന് രാത്രി ആയിരിക്കുന്ന സ്ഥിതികളെ നോക്കി, ഇപ്പോഴത്തെ സ്ഥിതിയെ നോക്കി ഭാരപ്പെട്ടു പോകണ്ട. ഇന്ന് രാത്രി ക്ഷണത്തിൽ ചില വിടുതൽ വെളിപ്പെടാൻ പോകുന്നു. ആമേൻ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ആരെങ്കിലും ഒരാൾ 29 വായിച്ചേ. ക്ഷണത്തിൽ അവളുടെ രക്തസ്രവം നിന്നു. ക്ഷണത്തിൽ അവളുടെ രക്തസ്രവം നിന്നു. ബാധ മാറി താൻ സ്വസ്ഥയായി എന്ന് അവൾ ശരീരത്തിൽ അറിഞ്ഞു. ആമേൻ. ശക്തി പുറപ്പെടുമ്പോൾ എന്തൊക്കെയുണ്ടോ, ഏതൊക്കെ സ്ലോട്ട് ഉണ്ടോ അതെല്ലാം സ്വതന്ത്രമാകാൻ പോകുന്നു. ഇന്ന് രാത്രി എത്ര പേർ സ്വീകരിക്കട്ടെ. നിന്നിൽ ശക്തി പകരുമ്പോൾ ഇന്ന് രാത്രി ആ ശക്തി ഒന്നോടൊന്ന് ആ ശക്തിയോട് ആരാധിക്കാൻ തയ്യാറാണോ? ഇന്ന് രാത്രി ആ ശക്തി പുറപ്പെടാൻ നിങ്ങൾ തയ്യാറാണോ? ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിൽ വലിയ വിടുതലാണ്. അടുത്ത് 35 വായിക്കാം. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പള്ളിപ്രമാണിയുടെ വീട്ടിൽ നിന്ന് ആൾ വന്നു. നിന്റെ മകൾ മരിച്ചുപോയി, ഗുരുവിനെ ഇനി അസഹ്യപ്പെടുത്തുന്നത് എന്തിന് എന്ന് പറഞ്ഞു. യേശു ഹല്ലേലൂയ. നമ്മളൊക്കെ ചില പ്രാർത്ഥനയൊക്കെ കഴിയുമ്പോൾ
മറുപടി കിട്ടുമെന്നുള്ള ആരാധിച്ചിട്ടുണ്ട്. സ്വത്രം പറ. ഹല്ലേലൂയ. ഒരു വിഷയത്തില് ആപ്ലിക്കേഷൻ ഒക്കെ കൊടുത്തിട്ട് നമ്മളൊക്കെ ഇപ്പൊ സ്കൂൾ അഡ്മിഷൻസ് തുടങ്ങുമല്ലേ. ആമേൻ. ഇതെന്റെ കൂട്ടുകാരുടെ മോന് 12th പാസ്സായെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു പറഞ്ഞു. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. അതിൽ ജയിച്ചു. ഇനി അഡ്മിഷന് വേണ്ടി പ്രാർത്ഥിക്കണം. അതിൽ അടുത്ത സ്റ്റെപ്പ്. ഹല്ലേലൂയ. ആമേൻ. പക്ഷെ ഞാൻ പറയുന്നു, നിന്റെ തലമുറയ്ക്ക് വേണ്ടി ഇന്ന് രാത്രി ആരെങ്കിലും തലമുറയ്ക്ക് വേണ്ടി ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ആമേൻ, പല മാതാപിതാക്കളോടും അമ്മമാരോട് പറയുന്നത് അവരുടെ ഉദരത്തിൽ ഒന്ന് കൈവെക്കണം. എന്നിട്ട് പറയണം, കർത്താവേ, ഉദരത്തിൽ പിണ്ടാകാരമാകുന്നതിന് മുന്നമേ ആമേൻ ഹല്ലേലൂയ അവർക്ക് വേണ്ടി കരുതിയിരിക്കുന്ന കരങ്ങൾ. യെസ്, ഇന്ന് രാത്രി എത്ര പേര് ദൂതനെ ഏറ്റെടുക്കുന്നു? വായിച്ചു പോകാനല്ല, അത് പ്രവൃത്തി വെളിപ്പെടട്ടെ. നിന്റെ ഉദരത്തിൽ പിണ്ടാകാരം ആകുന്നതിന് മുന്നമേ അവനോ അവക്ക് വേണ്ടി വേർതിരിച്ച ഒരു മേഖലകൾ, അവക്ക് വേണ്ടി വേർതിരിച്ച ഒരു ഡ്രസ്സുകൾ, അവന് വേണ്ടി വേർതിരിച്ചൊരു ലൈഫ് പാർട്ട്ണർ, അവന് വേണ്ടി ഹല്ലേലൂയ അവക്ക് വേണ്ടി വേർതിരിച്ചൊരു വാഹനം. ഇന്ന് രാത്രി ആത്മാ പറയുന്നു, നീ എന്തിനെ കുറിച്ച് വ്യാകുലപ്പെടുന്നു? ഏത് സ്കൂളിൽ പഠിക്കണം, ഏത് അവസ്ഥയിൽ നിൽക്കണം? ഇന്ന് രാത്രി അതിനെ ഒന്ന് പുറത്തിറക്കാൻ തയ്യാറാണോ? ഇന്ന് രാത്രി എത്ര പേര് ആരാധിച്ചത് സ്വീകരിക്കാൻ തയ്യാറാണ്? ഹല്ലേലൂയ. പലപ്പോഴും പലരൊക്കെ പറയും, എന്റെ കുഞ്ഞ് ഏത് സ്കൂളിൽ പഠിക്കണം? ആമേൻ. ഞാൻ എന്റെ അനുഭവങ്ങൾ പറഞ്ഞതാ. നിനക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. ഞാൻ എന്റെ അനുഭവങ്ങൾ പറഞ്ഞതാണല്ലോ. ആമേൻ. സ്കൂളുകളൊക്കെയും തുറന്നു കഴിഞ്ഞു. ജൂലൈ മാസത്തിൽ ആമേൻ ഹല്ലേലൂയ ഒരിക്കലും ഒരു സ്കൂളിൽ അഡ്മിഷൻ ലഭിക്കുകയില്ല. 25-ാം തീയതി കഴിഞ്ഞ് എന്നോട് ദൈവാത്മാ പറഞ്ഞ് 7 ദിവസം ഉപവാസം എടുത്തപ്പോൾ നിനക്ക് വേണ്ടി ഒരു ശേഷിപ്പ് വെച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി ആ ശേഷിപ്പിന് വേണ്ടി ഓടുന്ന പലരും ഉണ്ട്. ഇന്ന് രാത്രി എത്ര പേർ സ്വീകരിക്കാൻ തയ്യാറാണ്? ആമേൻ. നിനക്ക് വേണ്ടി ശേഷിപ്പിച്ചിരിക്കുന്ന ഭവനം, നിനക്ക് വേണ്ടി ശേഷിപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ, നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന വേദി, നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആരോഗ്യം, നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആമേൻ ഹല്ലേലൂയ ആത്മബലം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആർക്കും എടുക്കാൻ പറ്റത്തില്ല. പക്ഷെ നിന്റെ ഓട്ടം അതിലേക്കാകണം. ഇന്ന് രാത്രി ഹല്ലേലൂയ അതിനെ വിട്ട് മറ്റൊരു ഭാഗത്തേക്ക് ഓടിയാൽ അത് നഷ്ടങ്ങളായിരിക്കും. അത് ദൈവമല്ല. ആമേൻ. അതിന് ഹല്ലേലൂയ ഇന്ന് രാത്രി ദൈവാത്മാ ചിലതിനെ നോക്കി പറയുന്നു, ഇന്ന് രാത്രി ഓട്ടത്തും ഹല്ലേലൂയ മറ്റുള്ളവരുടെ ഹല്ലേലൂയ അവിടെ നോക്കിക്കേ എന്ന് വെളിച്ചമുണ്ടെന്ന് പറഞ്ഞ് ഓടാനല്ല, ഇന്ന് രാത്രി നിനക്ക് വെച്ചിരിക്കുന്ന ശേഷിപ്പ്. ആമേൻ ഹല്ലേലൂയ. ആ ഒരു ദൂത് ഞാൻ കേട്ടു. ഞാൻ ഉപവാസത്തിന് എഴുന്നേറ്റു. ആമേൻ. ഞാൻ പറയട്ടെ, ഉപവാസത്തിന് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ എന്നോട് സ്കൂളിൽ പോകാൻ പറഞ്ഞു. സ്കൂളിൽ പോയി 2-3 സ്കൂളിൽ ചെന്നു. ഒരു സ്കൂളിൽ പറഞ്ഞപ്പോ പറഞ്ഞു ഒത്തിരി വേക്കൻസീസ് ഉണ്ട്. ഞാൻ പറഞ്ഞു അപ്പൊ ഇതല്ല. നിങ്ങളൊക്കെ ആയിരുന്നെങ്കിൽ പറഞ്ഞാനോ ഒത്തിരി വേക്കൻസി അല്ലേ, വേറെ എവിടെ പോകല്ലേ. ഹല്ലേലൂയ. വേറെ എങ്ങും പോകണ്ട. നമുക്ക് നമ്മുടെ ആയിട്ട് ഇനി എല്ലായിടത്തും പോയി എവിടൊക്കെ പോയി തപ്പും അല്ലേ, നമ്മുടെയൊക്കെ ചിന്താഗതിയാണ്. പക്ഷെ ദൈവാത്മാ എന്നോട് പറഞ്ഞു ഒരു ശേഷിപ്പുണ്ട്. ആ ഒരു ശേഷിപ്പിന്റെ ആമൻ തപ്പലില് പോയി. മർത്തോമ സ്കൂളിൽ പോയി, അവിടെയും ക്ലോസ് ആയി. ആമൻ. അവിടോട്ട് എനിക്ക് നിയോഗം കിട്ടിയില്ല. രണ്ടാമത് നോക്കിയപ്പോ ആമൻ എന്റെ മോൻ ഇപ്പോൾ പഠിക്കുന്ന സ്കൂൾ ബിലീവേഴ്സ് സ്കൂളിൽ, ആമൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, KP യോഹന്നാന്റെ സ്കൂളിൽ, ആമൻ വലിയൊരു സ്കൂളാണ്. ആ സ്കൂളിൽ പോയി എന്റെ മോനെ ആദ്യം ഇന്റർവ്യൂ എടുത്തു. ഇന്റർവ്യൂ എല്ലാം എടുത്തു കഴിഞ്ഞപ്പോൾ അവര് പറഞ്ഞു, സോറി മാം, there is no admissions. Hallelujah. Hallelujah. ഒന്ന് ഓർത്തേ. ആമേൻ. ഹല്ലേലൂയ. എന്നെക്കാളും വേദന അവിടെ ജോലി ചെയ്ത ഒരു ആന്റിയാണ്. ആ ആന്റി എന്നെ വിളിച്ചു പറഞ്ഞു, ഹല്ലേലൂയ സിസ്റ്റർ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു ഉറങ്ങുവാ. എന്നോട് പറഞ്ഞു എങ്ങനെ ഉറങ്ങും? ഇത്രയും കുഞ്ഞിനെ സ്കൂളിൽ വിടാൻ 3.5 വയസ്സായി. ഞാൻ പറഞ്ഞു ദൈവത്തിനല്ലേ അറിയുന്നത്. 3.5 വയസ്സ് വരെ ദൈവത്തിന്റെ കാക്കായെങ്കിലാണോ ഈ കുഞ്ഞ് സ്കൂളിൽ ഏത് പഠിക്കണമെന്ന് അറിയേണ്ടത്? ഹല്ലേലൂയ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയ വ്യക്തി ജീവിതമേ, ആമേൻ ഹല്ലേലൂയ. ഞാൻ അവിടെ ചെന്നു. എന്റെ പരിശുദ്ധാത്മാവ് എന്റെ ഷോൾഡറിലേക്ക് കൈവച്ചു. ആമേൻ. ഞാൻ ചോദിച്ചു ഓക്കെ എന്ന് പറഞ്ഞു. നമ്മളൊക്കെ ആണെങ്കിൽ വേക്കൻസി ഇല്ലെന്ന് പറഞ്ഞ് നമ്മൾ പോകും. വീണ്ടും പരിശുദ്ധാത്മ എന്നോട് പറഞ്ഞു, നീ ചോദിക്ക് അഡ്മിഷൻ, ഒരു അഡ്മിഷൻ എങ്കിലും കാണൂ. വീണ്ടും ചോദിച്ചപ്പോ പറഞ്ഞു, സോറി മാം, ഞങ്ങളുടെ ഫയലെല്ലാം നോക്കി, ഈ ഫയലിനകത്തൊന്നുമില്ല. വീണ്ടും എന്നോട് വീണ്ടും പരിശുദ്ധാത്മ പറഞ്ഞു, വീണ്ടും ചോദിക്കാൻ പറഞ്ഞു. ഞാൻ വീണ്ടും ചോദിച്ചു. അപ്പോഴും പറഞ്ഞു ഇല്ല അഡ്മിഷൻസ്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, പെട്ടെന്ന് അവരുടെ നാമൻ ദൃഷ്ടി ഒരു ഫയലിലേക്ക് പേര് ചെന്നു. ആ പേര് ചെന്നപ്പം ആമൻ ഖാലിൽ എന്നോട് പറഞ്ഞു, 1 മിനിറ്റ്, ഒരു കുഞ്ഞ് അഡ്മിഷൻ എടുത്തിട്ട് ദോഹയെ പോയിരിക്കുക. അവക്ക് അവിടെ അഡ്മിഷൻ കിട്ടുവാണെങ്കിൽ നിങ്ങളുടെ കുഞ്ഞിന് ഞാൻ അഡ്മിഷൻ തരും. ഞാൻ പറഞ്ഞു മാമിന്റെ ഫോൺ നമ്പർ മതി, അതാണ് ദൈവപ്രവൃത്തി. ആമേൻ. ഇന്ന് രാത്രി എത്ര പേര് ആമേൻ അതിനെ ഉൾക്കൊള്ളാൻ തയ്യാറാണ്? ഹല്ലേലൂയ. ഞാൻ 2 ദിവസം കഴിഞ്ഞ് വിളിച്ചു വന്നപ്പോൾ ദൈവാത്മാ പറഞ്ഞു, ഹല്ലേലൂയ, അവര് പറഞ്ഞു ആ കുഞ്ഞിന് നിങ്ങൾ വന്നതിന്റെ അന്ന് ദൈവം അഡ്മിഷൻ തന്നു. ഈ കാര്യം ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞതാ. പക്ഷെ ഇന്ന് രാത്രി കാത്തിരിക്കുന്ന ചില വിഷയത്തിനകത്തിൽ
ഇന്ന് രാത്രി നീ പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ ആത്മാ പറയുന്നു അതിന് ചലിക്കുന്ന പ്രവൃത്തി വെളിപ്പെടാൻ പോകുന്നു. നിന്റെ ഭവനത്തിൽ നിനക്ക് വേണ്ടി സമ്പത്തൊരുങ്ങാനായിരിക്കും. നിനക്ക് വേണ്ടി ഹാലലിയ ആമേൻ ഹാല ഫീസ് കൊടുക്കാൻ ഭാരപ്പെടുന്നുണ്ടായിരിക്കും. നിന്റെ കുഞ്ഞിന്റെ ഹാലലിയ ആമേൻ നിനക്ക് വേണ്ടി നിന്റെ ആമേൻ ഏതെങ്കിലും സാമ്പത്തിക വിഷയത്തിൽ കാത്തിരിക്കുന്നതായിരിക്കും. പക്ഷെ ഇന്ന് രാത്രി നീ ആരാധിക്കുമ്പോൾ നീ പോലും അറിയാത്ത സ്ഥാനത്തിൽ നിനക്കോട് വാതിൽ തുറക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. എന്നെ പെട്ടെന്ന് ചിന്തിപ്പിച്ച മാറയെ മധുരമാക്കുന്ന ദൈവമാണ് എന്റെ ദൈവം. ഇന്ന് രാത്രി എത്ര പേര് അത് സ്വീകരിക്കുന്നു? മാറയുടെ അടുത്ത് മറ്റുള്ളവർ ചെല്ലുമ്പോൾ എല്ലാം കയ്പായിരിക്കും, പക്ഷെ നീ ചെല്ലുമ്പോഴേ അത് മധുരമാക്കത്തുള്ളൂ. ഇന്ന് രാത്രി ആ ദൂതിനെ ഏറ്റെടുക്കുന്നവര്, ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ശേഷിപ്പിച്ചിരിക്കുന്ന, ഇന്ന് രാത്രി സൂസൻ അലക്സാണ്ടർ ഏറ്റെടുത്തോ, നിനക്ക് വേണ്ടി ശേഷിപ്പിക്കുന്ന കയ്പ് മാത്രമാണ് നാം മറ്റുള്ളവർ ചിന്തിക്കുന്നെങ്കിൽ അവിടെ ഒരിക്കലും പോകല്ലേ. ഹല്ലേലൂയ. പക്ഷെ ഇന്ന് രാത്രി നീ കടന്നു ചെല്ലുമ്പോൾ നിനക്ക് വേണ്ടി മധുരമാക്കുന്ന ഒരു ദൈവപ്രവൃത്തി വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇന്ന് രാത്രി ആ ദൂതനെ സ്വീകരിക്കുന്ന ആമേ റീന ഫിലിപ്പ് എടുത്തോ. ആമേ ഇന്ന് രാത്രി ദൈവമേ ലീലാമ തോമസ് ഹല്ലേലൂയ ഇന്ന് രാത്രി നിനക്ക് വേണ്ടി കരുതിയിരിക്കുന്ന ഒരു മധുരമായി മാറയെ മധുരമാക്കുന്ന ഒരു ദൈവപ്രവൃത്തി ഇന്ന് രാത്രി വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ആത്മാവ് ഞാൻ ദൂത് കൈമാറുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ഇന്ന് ഞാൻ ഹല്ലേലൂയ ഞാൻ ചിന്തിച്ച ഒരു കാര്യം, എന്റെ ഫോം ഫിൽ ചെയ്തപ്പോൾ എന്നോട് ചോദിച്ചു എന്താണ് ജോലി. ഞാൻ പറഞ്ഞു മിനിസ്ട്രിയിലാണ്, വുമൻ ഓഫ് ഗോഡ് എന്ന് എഴുതി വെച്ചു. ഹല്ലേലൂയ. പറഞ്ഞു സ്കൂളിലെ അന്ന് ഇന്ന് ലോകം വിട്ട് പോയത് KP യോഹന്നാൻ അവിടെ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ ഓഫീസിൽ അവര് പറഞ്ഞു ഈ കുഞ്ഞിന് അഡ്മിഷന് വേണ്ടി 2000 രൂപ കൺസെഷൻ ഉണ്ടെന്ന്. ഹല്ലേലൂയ. ഇന്ന് രാത്രി നിനക്ക് 1 രൂപ കൺസെഷൻ തരണമെങ്കിൽ ദൈവം ഞാൻ ഇന്ന് വരെയും കണ്ടിട്ടില്ല. പക്ഷെ ഇന്ന് ഞാൻ ചിന്തിച്ച് തന്നെ ഹല്ലേലൂയ താൻ എങ്ങനെയാണെന്ന് ഞാൻ അറിയുന്നില്ല, എന്താണെന്നറിയില്ല. പക്ഷേ ചില രാജാക്കന്മാർ നിനക്ക് വേണ്ടി അനുകൂലമാകാൻ പോകുന്നു. ചില രാജകീയ മേഖലക്കകത്ത് നിനക്ക് വേണ്ടി ബോവസിന്റെ വയലിൽ റൂത്തെ നീ ഇറങ്ങുമ്പോൾ നിനക്ക് വേണ്ടി ചില കച്ചകളെ എടുത്ത് ഇട്ടു തരും. ഹല്ലേലൂയ. ഇന്ന് രാത്രി വയലിൽ നിൽക്കുന്ന വ്യക്തി ജീവിതമേ നിനക്ക് വേണ്ടി ചില കച്ചകളെ ഇട്ടു തരുന്ന ദൈവമാണ് ഇന്ന് രാത്രി. ഹല്ലേലൂയ. ഭാരപ്പെടുന്ന വ്യക്തി ജീവിതമേ ഇന്ന് രാത്രി ചില കച്ചകൾ ഇട്ടു തരാൻ പോകുന്നു. മരിച്ചെന്ന് അവര് പറയും, സാധ്യതകളില്ലെന്ന് അവര് പറയും. പക്ഷെ ഇന്ന് രാത്രി ഞാൻ വിളിക്കുന്ന ദൈവം പറയുന്നു നിനക്ക് വേണ്ടി ചില കച്ചകൾ ഇട്ടു തരുന്നു. ഇന്ന് രാത്രി ഭാരപ്പെട്ടു പോകണ്ട, ഭ്രമിച്ചു പോകണ്ട. ഇന്ന് രാത്രി ചില കച്ചകൾ നിനക്ക് വേണ്ടി ഇട്ടു തരുന്ന രാത്രിയാണ്. ഇന്ന് രാത്രി ചില കച്ചകൾ ഇട്ടു തരുന്ന രാത്രിയാണ്. സുമാബിജു ശക്തമായിട്ട് നീ ആരാധിച്ചോ. ദൈവം നിനക്കൊരു പുറപ്പാടുണ്ട്. അസാധാരണമായ ദൈവശക്തി എനിക്കിവിടെ പിടിച്ചു നിൽക്കാൻ പറ്റും. ദൈവശക്തി വ്യാപരിച്ചോണ്ടിരിക്കുക. ഇന്ന് രാത്രി എത്ര സമയം വരെ മീറ്റിംഗ് പോകുമെന്ന് എനിക്കറിയില്ല. പക്ഷെ പരിശുദ്ധം പറയുന്നു ഇതിനകത്ത് ചില വിടുതലിന്റെ ശുശ്രൂഷകൾ ഇതിനകത്ത് വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് ചില വിടുതൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി ഹല്ലേലൂയ അസാധാരണമായി നിങ്ങൾ ഹല്ലേലൂയ ഇന്ന് രാത്രി ദൈവത്തിന്റെ ശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി ശക്തിയോട് ആരാധിച്ചോ. ഇന്ന് രാത്രി ശക്തിയോട് ഹല്ലേലൂയ നീ ആരാധിക്കുമ്പോൾ നിന്റെ നിന്റെ ചുറ്റും നിൽക്കുന്ന ചില പ്രതികൂലങ്ങൾ നീ പോലും അറിയാതവണ്ണം നിന്നെ വിട്ടുപോകുന്ന ദൈവ സാന്നിധ്യം ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. ശക്തിയോട് ഇന്ന് രാത്രി ദൈവശക്തി വ്യാപരിച്ചോണ്ടിരിക്കുക. ഇന്ന് രാത്രി ശക്തിയോട് ദൈവസന്നിധി ശക്തമായി ആരാധിച്ചോ. ABP അബ്രഹാം ആരാധിച്ചോ. ഡോക്ടർ പ്രഭ രാജൻ ആരാധിച്ചോ. ഇന്ന് രാത്രി ആ ഭവനത്തിന്റെ അകത്തളത്തിൽ ദൈവശക്തി വ്യാപരിച്ചോണ്ടിരിക്കുക. ഇന്ന് രാത്രി ചിലതിന്മേൽ ഫേവർ ഇറങ്ങാൻ പോകുന്നു. മരിച്ചു അസ്തമിച്ച് പറയുന്ന വെല്ലുവിളികൾ ഇന്ന് രാത്രി പൊട്ടിക്കുന്ന രാത്രിയാണ്. ഇന്ന് രാത്രി ചില പൊട്ടിക്കുന്ന രാത്രിയാണ്. ഇന്ന് രാത്രി നിനക്ക് വേണ്ടി കച്ചകൾ ഇട്ടു തരാൻ പോകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ പറയുന്ന ദൈവം തരുന്ന ദൈവമാണ്.
നീ പറയുന്ന ദൈവം തരുന്ന ദൈവമാണ്. ഞാൻ അനുഭവസ്ഥനാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഹല്ലേലൂയ. ആർക്കും ഞാൻ ഇന്നലെ ആമേൻ ഞങ്ങളുടെ 12 hours മീറ്റിംഗിന് വേണ്ടി ഞാൻ ഒരു വർഷിപ്പിന് ഒരു സിസ്റ്ററിനെ വിളിച്ചപ്പോൾ ആ സിസ്റ്റർ എന്നോട് പറഞ്ഞു, എനിക്ക് ഹിന്ദി വലുതായിട്ട് അറിയില്ല. ആമേൻ ഹല്ലേലൂയ. ദേവദാസി ഇങ്ങനെ പറഞ്ഞു, എനിക്ക് ഹിന്ദി പാട്ട് പാടാൻ, പക്ഷെ ഹിന്ദി വലുതായിട്ട് അറിയില്ല. ഞാൻ പറഞ്ഞു, എനിക്ക് മലയാളം ഒട്ടുമേ അറിയില്ല, പറയാൻ മാത്രമേ അറിയത്തുള്ളൂ, വായിക്കാനും അറിയത്തില്ല, എഴുതുവാനും അറിയത്തില്ല. പക്ഷെ ഞാൻ പറഞ്ഞു, ദൈവ സാന്നിധ്യം നമ്മളെ നിറയ്ക്കാൻ പോവാം. ഇന്ന് രാത്രി എത്ര പേർ ഹല്ലേലൂയ, നിന്റെ മഹിമകളോ നിന്റെ വിദ്യാഭ്യാസമോ നിന്റെ കഴിവുകളുടെ അകത്തളത്തിലല്ല നിന്റെ ശുശ്രൂഷ വെളിപ്പെടുന്നത്. ഇന്ന് രാത്രി ആത്മാവിനെ ദൂത് കൈമാറുന്നു. ഇന്ന് രാത്രി നീ ആരാധിക്കുമ്പോൾ നിന്നെ ഒതുക്കിച്ച മഠങ്ങൾ ഇന്ന് രാത്രി അഴിഞ്ഞു പോകുന്നു. ചില ഹാലല മനസ്സിനെ ഹാനീനമായി കെട്ടിയിരിക്കുന്ന ചില കെട്ടുകൾ ഇന്ന് രാത്രി അഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ആത്മാ പറയുന്നു. ഉടമല ഹദര ഗന്ധന റിഗന ശാന്തൻ ദിഗന ശക്തിയോട് ആരും മൗനമായി നോക്കിയിരിക്കാനല്ല, ആരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാനല്ല, അപ്പുറത്തെ ആൾ എങ്ങനെ ആരാധിക്കാൻ നോക്കിയിരിക്കാനല്ല. നിന്റെ ഈ ആരാധനയുടെ ശക്തി വെളിപ്പെട്ടുകൊണ്ടിരിക്കുവാണ്. യാത്രകളെ തടയാൻ പറ്റും, സൂമിനെ തടയാൻ പറ്റും, ആൾക്കാർ കയറാതിരിക്കാൻ തടയാൻ പറ്റും, പക്ഷേ ദൈവം നിന്റെ സ്വപ്നത്തെ തടയാൻ ആർക്കും കഴിയില്ല. ഇന്ന് രാത്രി ഏറ്റവും ദൂതിനെ ഏറ്റെടുക്കുന്നു. ഇന്ന് രാത്രി നിന്റെ സ്വപ്നമുണ്ടോ? ഇന്ന് രാത്രി ചിലന്റെ സ്വപ്നത്തെ ഈ യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരാൻ പോകുന്നു. ശക്തിയോടെ പുറപ്പെട്ടുകൊണ്ടിരിക്കുക. ഇന്ന് രാത്രി ദൈവശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് രാത്രി ദൈവ സാന്നിധ്യം വ്യാപരിക്കുക. ഇന്ന് രാത്രി ചിലത് അസ്ഥികൾ മേലുള്ള രോഗബന്ധനങ്ങൾ ഇന്ന് രാത്രി അഴിഞ്ഞോണ്ടിരിക്കുന്നു. ചില ഉദരത്തെ തുറക്കുന്ന രാത്രിയാണ്, ചില ഉദരത്തെ തുറക്കുന്ന രാത്രിയാണ്. ഇന്ന് രാത്രി ഉദരത്തെ തുറക്കുന്ന രാത്രിയാണ്. ആമേൻ. ഉദര ഫലത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ചില ഉദര ഫലങ്ങളെ സ്വർഗം ഈ ദിവസങ്ങൾ തുറക്കുന്ന രാത്രിയാണ്. ചില ശുശ്രൂഷയുടെ ലെവൽ മാറാൻ പോകുന്നു, ചില സീസൺ മാറാൻ പോകുന്നു. ഇന്ന് രാത്രി ചില അസാധാരണമായ ദൈവശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് രാത്രി ചില പുറപ്പെടുന്ന ദൈവശക്തി വ്യാപരിക്കുക. ഇന്ന് രാത്രി ദൈവ സാന്നിധ്യം വ്യാപരിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് രാത്രി ദൈവശക്തി പിടിച്ചു നീക്കാൻ വയ്യാത്ത ഇന്ന് രാത്രി ദൈവശക്തി ദൈവശക്തി വ്യാപരിക്കുക. യെസ്, ശക്തിയോട് ഇന്ന് രാത്രി ആരാധിച്ചോ ദൈവശക്തി വ്യാപരിച്ചോണ്ടിരിക്കുക. ഇന്ന് രാത്രി അടുത്തിരിക്കുന്ന ആളെ നോക്കിയിരിക്കാനല്ല, ഇന്ന് രാത്രി എത്ര ഡിവൈസിൽ എത്ര പേര് കയറിയെന്നല്ല, ഇന്ന് രാത്രി നീ പോലും അറിയാതെ, നിനക്ക് പോലും അറിയാത്ത ദൈവശക്തി, ആമേൻ, അസാധാരണമായ ദൈവ സാന്നിധ്യം ഇന്ന് രാത്രി ഇതിനകത്ത് വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. ഇന്ന് രാത്രി നിന്നൊരു അഭിഷേകം വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. ആമേൻ. നീ കരങ്ങളടിച്ച് ഏറ്റെടുത്തോ. ഇന്ന് രാത്രി നിന്റെ കരത്തിന്റെ സ്പർശനത്തിന്മേൽ ദൈവപ്രവൃത്തി വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. ഷിജി VR, ആമേൻ, ജിൻസി അനിൽ കനൂർ, ആമേൻ, ദൈവ സാന്നിധ്യം ഇറങ്ങിക്കൊണ്ടിരിക്കുക. ഇന്ന് രാത്രി ദൈവശക്തി സുനി നിന്റെ ഭവനത്തിൽ നിന്റെ തലമുറ ദൈവം ഇന്ന് രാത്രി തൊട്ടുകൊണ്ടിരിക്കുക. അവിടെ ഭാവിയെ തകർത്തെങ്കിൽ ഇന്ന് രാത്രി ആത്മാ പറഞ്ഞ തുറക്കുന്ന ദൈവമാണ്. മുകേഷ് വർമ്മ ഏറ്റെടുത്തോ. ഇന്ന് രാത്രി ഭവനത്തിന്റെ സ്ഥിതി യഹോവ നിനക്ക് വേണ്ടി കരുതുന്ന ഒരു കരുതല് ഇന്ന് രാത്രി വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. അസാധാരണമായ ദൈവശക്തി നാളുകൾ പ്രാർത്ഥിച്ചതല്ല, നാളുകൾ നിലവിളിച്ചതല്ല. ഇന്ന് രാത്രി ആത്മാവ് പറയട്ടെ, ആമേൻ, ഹല്ലേലൂയ. രക്തസ്രായായ സ്ത്രീ, ഹല്ലേലൂയ, ആമേൻ, തൊങ്ങലെ തൊട്ടപ്പോൾ ശക്തി പുറപ്പെട്ടതെങ്കിൽ ഇന്ന് രാത്രി അസാധാരണമായി ചിലതിന്റെ വിഷയത്തിന്റെ മേൽ ആഴത്തി കിടക്കുന്ന ചില വിഷയത്തിന് ആമേൻ ചില ശക്തി പുറപ്പെട്ടു. ശക്തി പുറപ്പെടുക നിന്റെ വിഷയത്തിന്. ഹല്ലേലൂയ. ക്ഷണത്തിൽ വിടുതലാണ്, ക്ഷണത്തിൽ ആമേൻ, വിത്തിൻ എ സെക്കൻഡ്. ഹല്ലേലൂയ. ആമേൻ, ഇൻസ്റ്റന്റ്. ഹല്ലേലൂയ. ഡെലിവറൻസിലേക്ക് ഇന്ന് രാത്രി ചിലത് നീക്കാൻ പോകുന്നു. ഇന്ന് രാത്രി ഭാരപ്പെട്ട് പോകണ്ട, വേദനപ്പെട്ട് നിൽക്കുന്ന പ്രിയ വ്യക്തി ജീവിതമേ, ഇന്ന് രാത്രി നിനക്ക് വേണ്ടി കരുതുന്ന ഒരു കരുതലുണ്ട്. രാത്രി ആമേൻ ചിലത് വലിച്ചിടാൻ പോകുന്നു. ഇന്ന് രാത്രി ആ ദൂതിനെ എത്ര പേര് ഏറ്റെടുക്കുന്നു. ഹല്ലേലൂയ. രൂത്തെ വയലിൽ നിൽക്കുന്ന രൂത്ത് വയലിൽ കടന്നു വന്നെങ്കിൽ, നിർബന്ധത്താൽ അവൾ വന്നെങ്കിൽ, മോവാബ് എന്ന ദേശത്തുനിന്ന് വന്നെങ്കിൽ, നവോമിയുടെ പ്രാർത്ഥന കണ്ടിറങ്ങിയെങ്കിൽ, ഇന്ന് രാത്രി ചിലത് കണ്ടിറങ്ങിയെങ്കിൽ, ചിലത് അനുഭവിച്ചിറങ്ങിയെങ്കിൽ, ഇന്ന് രാത്രി ദൈവം എന്ന് പറയുന്നു നിനക്ക് വേണ്ടി ഒരു കഷ്ട ആമേൻ എടുത്തിടാൻ പോകുന്നു. എനിക്ക് ഈ വചനത്തിന്റെ ശക്തി ശക്തമായി പുറപ്പെട്ടുകൊണ്ടിരിക്കുക. ഇന്ന് രാത്രി ദൈവശക്തി പുറപ്പെട്ടുകൊണ്ടിരിക്കുക. അസാധാരണമായ ദൈവശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കുക.
അതരഗന്ധന ഷഹീന, നീ ഏറ്റെടുത്തോ. നീ ഹല്ലേലൂയ, നീ ശക്തമായി നീ പ്രവാചികയായി പുറത്തിറക്കാൻ പോകുന്നു. എന്റെ ദൈവം പറയുന്നു, നിന്റെ ബന്ധങ്ങൾ നീ ഹല്ലേലൂയ ഒരു മിഷണറി കുടുംബത്തിലേക്ക് നിന്നെ എടുത്തെറിയാൻ പോകുന്നു. അതരഗന്ധന നീ കാമാന, നീ ഒരു അസാധാരണ വ്യക്തിത്വമല്ല, നിന്നിൽ വലിയൊരു കാഴ്ചപ്പാടുള്ള ആളാണ്. ആമേൻ ഹല്ലേലൂയ. ആമേൻ, നിന്നിൽ ഒരു വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടുണ്ട്. നീ ഒരു വ്യത്യസ്തമായി നിന്റെ വായ് സംസാരിക്കുമ്പോൾ തന്നെ ആമേൻ തീഗോളമായിട്ട് ആമേൻ ചിലതിനെ ഭയപ്പെടുത്തുന്ന ആമേൻ അഭിഷേകത്തിന്റെ ശക്തിയോടെ പുറപ്പെടുന്ന ഒരു ഹല്ലേലൂയ അഭിഷേകമാണ് നിന്റെ നാവിൽ തന്നിരിക്കുന്നത്. ഇന്ന് രാത്രി ആ ദൂതനെ എത്ര പേർ ഏറ്റെടുക്കുന്നു? ചില അധികാരം നിന്നെ കണ്ട് ഭയപ്പെടാൻ പോകുന്നു. യെസ് അനിബേബി ബാസേ, ദൈവാത്മ പറഞ്ഞ് എനിക്കറിയില്ല. ആമേൻ ചില വ്യക്തി ജീവിതങ്ങൾ, ആമേൻ എന്നോട് ദൈവാത്മ പറഞ്ഞ് 7 വ്യക്തി ജീവിതങ്ങൾ ആമേൻ ഒറ്റപ്പെടുത്തിയ ചില മണ്ഡലങ്ങളെ സ്വർഗം ഈ ദിവസങ്ങൾ നിന്റെ മുന്നിൽ ഹല്ലേലൂയ അഭിഷേകത്തിന്റെ മുന്നിൽ മുട്ടുമടങ്ങാൻ പോകുന്ന ആത്മാവ് പറയുന്നു. ആമേൻ ദേശത്തിന്റെ പിശാച് ബാധിച്ച് ആ മനുഷ്യന്റെ കാലിന്റെ ബന്ധന ആമേൻ പാത്തല്ല, ഒളിവിലല്ല ബന്ധനം അഴിഞ്ഞത്, ഒളിവിലല്ല അവന് വിടുതൽ വെളിപ്പെട്ടെ. അവന്റെ ഹല്ലേലൂയ പകച്ചവരുടെ മധ്യ തന്നെ വിടുതൽ വ്യാപരിച്ചെങ്കിൽ ഇന്ന് രാത്രി ചില വിടുതൽ വ്യാപരിച്ചോണ്ടിരിക്കുക. ദൈവകരത്ത് നമ്മെ തന്നെ ഏൽപ്പിക്കാം. ഇന്ന് രാത്രി ദൈവ സാന്നിധ്യം ഈ ശക്തി നിങ്ങളുടെ ഭവനത്തിനകത്തളത്തിൽ ഈ ശക്തി പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി അതിനെ സ്വീകരിക്കാൻ തയ്യാറായിക്കോ. ഇന്ന് രാത്രി ദൈവ സാന്നിധ്യം ഹല്ലേലൂയ മരിച്ചുപോയി ഇനി പ്രാർത്ഥിക്കണ്ട. ഇനി പ്രാർത്ഥന വിഷയം, ഇനി നീ നാളുകളായി പ്രാർത്ഥിച്ച വിഷയങ്ങളൊക്കെ സ്റ്റോപ്പ് ചെയ്യാം, ഫുൾ സ്റ്റോപ്പ് ചെയ്യാമെന്ന് പറയുന്നവരുടെ മധ്യയിൽ ഉയർപ്പിന്റെ ശക്തി വെളിപ്പെടാൻ പോകും. ഇന്ന് രാത്രി എത്ര പേര് സ്വീകരിക്കാൻ പോകുന്നു ആ ദൈവ സാന്നിധ്യം? ഇന്ന് രാത്രി യെസ് അസാധാരണമായി ആമൻ എന്നെ ലൈവ് ശ്രവിക്കുന്ന വ്യക്തി ജീവിതങ്ങൾക്കും ഇന്ന് രാത്രി ഈ വചനം സൂമിനകത്ത് മാത്രമല്ല ദൈവശക്തി പുറപ്പെടുന്നത് നിനക്ക് വേണ്ടിയും ചില കച്ചകൾ ഇട്ട് തരാൻ പോകുന്നു. ഇന്ന് രാത്രി ആ ദൂതനെ ഏറ്റെടുക്കുന്ന വ്യക്തി ജീവിതമേ, ഇന്ന് രാത്രി ചിലതിൽ സീസൺ മാറുന്ന രാത്രിയാകട്ടെ, ഇന്ന് രാത്രി നീ ആള് മാറിയത് രാത്രിയാകട്ടെ, നിന്റെ രൂപത്തെ മാറ്റുന്ന രാത്രിയാകട്ടെ. ഒരു അഭിഷേക് ഹാലിന് എന്നെ ആമൻ കാലിൽ ഞാൻ കേരളത്തിൽ വന്നപ്പോൾ ആമൻ ഒരു പെൻസിൽ പോലുള്ള വ്യക്തിത്വമായിരുന്നു, എനിക്ക് ഒട്ടും വണ്ണമില്ലായിരുന്നു. അന്നൊക്കെ ദേവദാസന്മാർ എന്നോട് പറഞ്ഞു, ആമൻ ഖാലി സിസ്റ്റർ ആള് മാറിയത്. അപ്പൊ ഞാൻ ഓർത്തു വേറെ എന്തോ സംഭവമാകുമെന്ന് ഓർത്തു. ഹല്ലേലൂയ, നിങ്ങളൊക്കെ ആകത്തില്ല. പക്ഷെ ഞാൻ ചിന്തിച്ചു, കർത്താവേ ഇച്ചിരോട് നീളം വെച്ച് ഇച്ചിരോട് വലിയതാകുമെന്ന് ഓർത്തു. പക്ഷെ ഹല്ലേലൂയ അഭിഷേകം നിന്നിൽ പകർന്നപ്പോൾ നിന്റെ ശബ്ദത്തിന് മാറ്റമുണ്ടായി, നിന്റെ നോട്ടത്തിന് മാറ്റമുണ്ടായി, നിന്റെ നടപ്പിന് മാറ്റമുണ്ടായി, നിന്റെ ഇടപെടലിന് മാറ്റമുണ്ടായി, നിന്റെ കൂട്ടായ്മയ്ക്ക് മാറ്റമുണ്ടായി, നിന്റെ കൂട്ടുബന്ധങ്ങൾക്ക് മാറ്റമുണ്ടായി, നിന്റെ ഭാമേ ഹല്ലേലൂയ നീ ഒരു വ്യത്യസ്തമായ ഒരു വ്യക്തിത്വമാണ്. പലപ്പോഴും ഹല്ലേലൂയ ഒരു ദേശത്തിൽ ഞാൻ കടന്നു ചെന്നു, അവര് പറയും സിസ്റ്ററെ കാണുന്നത് ഞങ്ങൾക്ക് ഭയമാണ്. ഞാൻ ചോദിച്ചു, ഞാൻ എന്താ ഭയത്തില്? ആമേൻ ഹല്ലേലൂയ പറഞ്ഞ ദൂതുകൾ മേൽ ശക്തി പുറപ്പെട്ടിട്ടുണ്ട്. ഇന്ന് രാത്രി നീയും ഞാനും പ്രാപിച്ച അഭിഷേകം ഞാൻ എന്നെ പോവാനെ വലുതാക്കുവാനല്ല. ഇന്ന് രാത്രി നീയും ഞാനും ഇന്ന് ആമേൻ അന്നത്തെ പ്രാർത്ഥന എന്റെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ ഇല്ലെന്ന് പറയും. പക്ഷെ പ്രാപിച്ച അഭിഷേകം ഇന്ന് രാത്രി വീണ്ടും പുതുക്കാൻ തയ്യാറാണോ? ഇന്ന് രാത്രി നീ പ്രാപിച്ച അഭിഷേകം പുതുക്കാൻ തയ്യാറാണ്. ആമേൻ നിന്റെ അധ്യായത്തിൽ ചില അത്ഭുതങ്ങൾ നടക്കാൻ പോകുന്നു. നിന്റെ അധ്യായത്തിൽ, നിന്റെ കാലഘട്ടത്തിൽ, നിന്റെ കാലത്തിൽ ആമേൻ ചില വിടുതൽ സംഭവിക്കാൻ പോകുന്നു. നിന്റെ ഈ കാലത്തിൽ ആമേൻ അടുത്ത കാലത്തിൽ ആമേൻ ഹല്ലേലൂയ ആമേൻ 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 ഈ കാലത്തിൽ നിനക്ക് വേണ്ടി കരുതുന്ന ഒരു കരുതൽ വെളിപ്പെടാൻ പോകുന്നു. ഇന്ന് രാത്രി അതിനെ റിസീവ് ചെയ്യാൻ തയ്യാറായിക്കോ. ഇന്ന് രാത്രി അതിനെ സ്വീകരിക്കാൻ തയ്യാറായിക്കാൻ. ഇന്ന് രാത്രി എന്റെ കാലത്തിൽ ചില വിടുതലുകൾ ഹല്ലേലൂയ എന്റെ സീസൺ മാറുന്ന കാലമാകട്ടെ. ഇന്ന് രാത്രി ആ വിശ്വാസത്തോടെ എത്ര പേര് അത് പ്രൊക്ലെയിം ചെയ്യാൻ ആഗ്രഹിക്കുന്നു? ആമേൻ ഹല്ലേലൂയ ആമേൻ പ്രസിദ്ധമാക്കുന്ന ഒന്നുണ്ട്. ആമേൻ ഹല്ലേലൂയ അതിനെ പ്രസിദ്ധമാക്കുന്നതും പ്രൊക്ലെയിം ചെയ്യുന്നതും ഹല്ലേലൂയ ആമേൻ. ഇന്ന് രാത്രി അത് രണ്ടും ഒരു വാക്ക് തന്നെയാണ്. ഇംഗ്ലീഷിൽ പ്രൊക്ലെയിം പറയുന്നു, ആമേൻ മലയാളത്തിൽ പ്രസിദ്ധമാക്കുന്നെന്ന് പറയുന്നു. ഇന്ന് രാത്രി നിന്നെയും എന്നെയും വിളിച്ച ദൈവം ആമേൻ ചില പ്രസിദ്ധമാക്കാൻ പോകുന്നു. നിന്നിൽ കൂടെ ചില പ്രസിദ്ധമാക്കാൻ പോകുന്നു. മനുഷ്യൽ ആശ്രയിക്കുന്നല്ല യഹോവയിൽ ആശ്രയിക്കുന്ന. ഇന്ന് രാത്രി എത്ര പേര് നിന്റെ ശരീരത്തെ തൊട്ട് പറ, ഇതിൽ മേൽ അത്ഭുതം നടക്കട്ടെ, എന്റെ ശരീരത്തിൽ അത്ഭുതങ്ങൾ നടക്കട്ടെ, നിന്റെ ഭവനത്തിൽ അത്ഭുതങ്ങൾ നടക്കട്ടെ, എന്റെ തലമുറയിൽ അത്ഭുതം നടക്കട്ടെ, എന്റെ ശുശ്രൂഷയിൽ അത്ഭുതം നടക്കട്ടെ. ഇന്ന് രാത്രി നീ പ്രഖ്യാപിക്കാം ചില അത്ഭുതം നിന്റെ സീസണിനകത്ത്, ചില വിടുതലുടെ ഡെലിവറൻസിന്റെ ആമേൻ മിനിസ്ട്രി വെളിപ്പെട്ടു വരട്ടെ. ഇന്ന് രാത്രി എത്ര പേർ പ്രഖ്യാപിക്കും? നീ പ്രഖ്യാപിക്കുമ്പോൾ അസാധാരണമായി ദൈവശക്തി നിങ്ങൾ മേൽ വ്യാപരിക്കട്ടെ. ഈ വചനത്താൽ നിങ്ങൾ ഏവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എന്നെ ഓർത്ത് പ്രാർത്ഥിക്കാം.
ദിവസങ്ങൾ ഉപവാസത്തിലേക്ക് ആമേൻ കാലം മുട്ടുമടങ്ങാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ഏവരുടെയും പ്രാർത്ഥന, എന്റെ ശരീരം നല്ല ബലഹീനമാണ് ആമേൻ, ഇന്നത്തെ 5 മണിയുടെ മീറ്റിംഗിലൊക്കെ ഒന്നും ഞാൻ കയറാൻ പറ്റിയില്ല ആമേൻ, ഹല്ലേലൂയ, അറേഞ്ച്മെന്റ്സ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾ ഓർക്കുമ്പോഴൊക്കെയും എന്നെ ഓർത്തും പ്രാർത്ഥനയിൽ ഞാൻ ചോദിച്ചുകൊള്ളുന്നു ആമേൻ. ഈ മിനിസ്ട്രിയിൽ ഞാൻ ഓർക്കുമ്പോഴൊക്കെയും പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവം നിങ്ങളെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഞാനും എന്റെ കുടുംബം യഹോവയ്ക്ക് വേണ്ടി സേവ ചെയ്യുവാൻ തന്നെ ദൈവരാജ്യത്തിന് വേണ്ടി ഉപയോഗപ്പെടുവാൻ വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ ചോദിച്ചോളൂ. ഞങ്ങളുടെ 12 മണിക്കൂർ മീറ്റിങ്ങിനെ ഓർത്ത് നിങ്ങളുടെ പ്രാർത്ഥന, ശനിയാഴ്ച നടക്കുന്ന രാവിലെ 6 മണി തൊട്ട് വൈകിട്ട് 7 മണി വരെ നടക്കുന്ന മീറ്റിങ്ങിനെ ഓർത്ത് നിങ്ങളുടെ പ്രാർത്ഥനയെ ചോദിക്കുന്നു. ആമേൻ. രാവിലെ മുതൽ വൈകിട്ട് 7 മണി വരെയുള്ള ദൈവദാസന്മാര് ആമേൻ പ്രാർത്ഥനകൾ എല്ലാ സെക്ഷനും ദൈവത്തിന്റെ കൃപയും സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കാൻ വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ ചോദിച്ചോളൂ. കാരണം കാലാവസ്ഥ നമുക്ക് അനുകൂലമല്ലല്ലോ, കാലാവസ്ഥ നമുക്ക് പ്രതികൂലമായി നിൽക്കുന്നെങ്കിലും ദൈവത്തിന്റെ കൃപ ഞങ്ങളോട് കൂടെ ആയിരിക്കാൻ വേണ്ടി പ്രാർത്ഥന ഞാൻ ചോദിച്ചുകൊണ്ട് ഈ സെക്ഷനിൽ നിന്ന് വൈൻഡ് അപ്പ് ചെയ്യുന്നു. ഗോഡ് ബ്ലസ് യു. മാറാനാഥ. താങ്ക് യു ആന്റി. ദൈവം ഒത്തിരി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് രാത്രികാലം ശാരീരികമാകുന്ന ബലഹീനതയുണ്ടെങ്കിലും ശക്തമായി പ്രാർത്ഥിച്ച് ദൈവീയ ദൂതുകൾ, അരുളപ്പാടുകൾ ഞങ്ങളുടെ മധ്യയിൽ അറിയിച്ചതിനാൽ കർത്താവിന്റെ ദാസിയോടുള്ള പ്രത്യേകമാകുന്ന സ്നേഹത്തെയും ക്രിസ്തുവിൽ വന്ദനത്തെയും ഒരിക്കൽ കൂടി രേഖപ്പെടുത്തുന്നു. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഇന്ന് രാത്രികാലം ആമേൻ. എത്ര പേരോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ചു. സ്തോത്രം. ഇന്ന് രാത്രികാലം കൃത്യമായി ദൈവം നമ്മളോട് സംസാരിച്ചു. ദൈവശബ്ദമാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. മുന്നിൽ നമുക്കുള്ളത് ദൈവശബ്ദം മാത്രമാണ്. പിന്നിൽ കേട്ട മാനുഷികമാകുന്ന ശബ്ദത്തെ ഈ ദിവസങ്ങൾ തള്ളിക്കൊണ്ട് മുന്നിൽ വെളിപ്പെടാൻ പോകുന്ന ദൈവശബ്ദത്തെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഈ ദിവസങ്ങൾ നമ്മൾ മുന്നേറുന്നുവെങ്കിൽ ഈ തലമുറയിൽ പരിശുദ്ധാത്മാവ് വലിയ കാര്യങ്ങളെ നമ്മളെ കൊണ്ട് ചെയ്യിച്ചെടുക്കുവാനായിട്ട് ഇടയായിത്തീരും. വളരെ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. ഞങ്ങൾ ഈ ദിവസങ്ങൾ വളരെ തിരക്കുള്ള ചില അനുഭവ തലത്തിന്മേലാണ് ആയിരിക്കുന്നത്. ഞങ്ങളിപ്പോൾ ആയിരിക്കുന്ന വീട് ഒന്ന് ഷിഫ്റ്റ് ചെയ്യണം. മറ്റൊരു വീട് ഇതുവരെ കിട്ടിയിട്ടില്ല. ആമേൻ. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥന ആമേൻ ആവശ്യമാണ്. നിങ്ങൾ ആമേൻ ശക്തമായി ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. 1-ാം തീയതി മുതൽ 7 ദിനക്കാല ഉപവാസ പ്രാർത്ഥനയെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുക. ജൂൺ 15-ന് ശേഷമുള്ള 40 ദിനക്കാല പ്രാർത്ഥനയെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥന ആവശ്യപ്പെടുന്നു. കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഇന്ന് രാത്രികാലം കേൾക്കപ്പെട്ട ദൈവവചനത്തിന്റെ മുമ്പാകെ നമ്മളെ തന്നെ ഏൽപ്പിച്ച് ശുശ്രൂഷ കർത്താവിന്റെ ദാസിയെയും തന്റെ കുടുംബത്തെയും തന്റെ മിനിസ്ട്രിയെ ഓർത്തുകൊണ്ട് നമുക്ക് ദൈവത്തോട് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ശനിയാഴ്ച നടക്കുന്ന 12 മണിക്കൂർ പ്രാർത്ഥന അനേകരുടെ വിടുതലിന് കാരണമായി തീരട്ടെ. പട്ടണങ്ങളിലെയും ദേശങ്ങളിലെയും രാജ്യങ്ങളിലെയും വിടുതലിന് കാരണമായി തീരട്ടെ. അപ്പോൾ തന്നെ ആമേൻ. സ്വതന്ത്രം ഞങ്ങളെ വഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ഞങ്ങൾക്കൊരു വീടിന്റെ ക്രമീകരണം ഈ ദിവസങ്ങൾ ഉണ്ടാകണം. ആമേൻ. സ്വതന്ത്രം ഈ വിഷയങ്ങളെ ഓർത്തുകൊണ്ട് ആമേൻ ഈ സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. എല്ലാ കണ്ണുകളും ദൈവത്തിൽ അടച്ച് ആത്മാർത്ഥമായി നാം ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ നാം കേട്ട ദൈവത്തിന്റെ ശബ്ദത്തിന് മുമ്പാകെ ആമേൻ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. നാം ദൈവസ്നേഹിൽ പ്രാർത്ഥനയോട് കൂടെ ആയിരിക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ BVP എബ്രഹാം ബീഗാർ കർത്താവിന്റെ ദാസനെ ഞങ്ങളെ ഇന്ന് രാത്രികാലം പ്രാർത്ഥനയിൽ സഹായിച്ചാണ്. Praise the Lord. Hallelujah, hallelujah, hallelujah. പരിശുദ്ധ പിതാവേ, സ്വർഗത്തിലെ ഞങ്ങളുടെ ദൈവമേ, നല്ല രാത്രിക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് രാത്രികാലം കർത്താവേ, ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി വരുവാൻ സ്വർഗം ഞങ്ങളെ സഹായിച്ച വൻകൃപയോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ഒരു ദിവസം ഞങ്ങളുടെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത ദിവസമാക്കി സ്വർഗം മാറ്റിയല്ലോ. അതോർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇന്ന് രാത്രികാലം കടന്നു വന്ന എല്ലാ ജനത്തെയും സ്വർഗം ആത്മീയം ഭൗതികമായി അനുഗ്രഹിച്ചല്ലോ. അവരുടെ ജീവിതത്തിന് ആവശ്യമായ സകല ആത്മീയ നൽവരങ്ങളാലും നിറച്ചതുകൊണ്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രികാലം കർത്താവേ, തന്റെ അഭിഷക്ത ദാസിൽ കൂടെ അങ്ങ് പ്രവർത്തിച്ചല്ലോ. അങ്ങ് തെരഞ്ഞെടുത്ത ദാസ്, വിളിച്ച് വേർതിരിച്ച ദാസിൽ കൂടെ അങ്ങ് ചെയ്യിച്ച മഹനീയ ശുശ്രൂഷകൾക്കായി സ്തോത്രം ചെയ്തു പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പിന്നെയും കർത്താവേ, ഈ നാളുകളിൽ ശക്തമായ ചരിത്രത്തിൽ കർത്താവേ എഴുതത്തക്കവണ്ണമുള്ള അത്ഭുത ശുശ്രൂഷകൾ ചെയ്തെടുപ്പാൻ പിന്നെയും ശക്തമായി ഉപയോഗിക്കുമാറാകണമെന്ന് രാത്രികാലം പിന്നെയും പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഈ ദിവസങ്ങളിൽ ഉപവാസത്തിനായി വേർതിരിച്ചിരിക്കുമ്പോൾ ആത്മാവിന്റെ കൃപയും ശക്തിയും നിറഞ്ഞ് കർത്താവെ ഇരിപ്പാൻ ഇടയാക്കട്ടെ എന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തനദാസിയെ പിന്നെയും ശക്തീകരിക്കട്ടെ. ഓൾ നൈറ്റ് പ്രയറിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന 25-ാം തീയതി നടക്കുന്ന ആ മീറ്റിങ്ങിന് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അത് ഏറ്റവും അനുഗ്രഹമാകട്ടെ. അന്ന് വരുന്ന കർത്തൃമിത്യന്മാരിൽ കൂടെ ദൈവോധനം ശക്തമായ ദൂതുകളും
കർത്താവെ വചനങ്ങളും കർത്താവെ വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടയാകട്ടെ എന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബത്തെ ഞങ്ങൾ ഇന്ന് രാത്രി ഒരുമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. അതിലുപരിയായിട്ട് കർത്താവെ അങ്ങയുടെ ശ്രേഷ്ഠ കർത്തൃഭൃത്യൻ പറഞ്ഞ വിഷയത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരു പാർപ്പിടം ആവശ്യമാണല്ലോ തന്റെ മക്കൾക്ക് എത്രയും പെട്ടെന്ന് ഒരു പാർപ്പിടം ഒരുക്കി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. തന്റെ മക്കൾക്ക് ആവശ്യമുള്ളത് സ്വർഗം കരുതി വെച്ചിട്ടുണ്ടല്ലോ. ഞങ്ങൾ വ്യാകുലപ്പെടുമ്പോൾ അതിനു മുമ്പിൽ ഇതാ വഴിയെന്ന് പറഞ്ഞു വഴി കാണിച്ച് ആ ഭവനം കാണിച്ചു കൊടുക്കുന്ന ദൈവമേ, ഇന്ന് രാത്രി ഞങ്ങൾ ആമേൻ പറയുമ്പോൾ അതിന്റെ ഫോൺ കോളുകളും അതിന്റെ ആവശ്യങ്ങളെല്ലാം കടന്നു വന്ന് കാണിച്ചു കൊടുക്കട്ടെ എന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ആ കുടുംബത്തെയും അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ആ കുടുംബത്തെയും കർത്താവിന്റെ നാമത്തിന് വേണ്ടി ശക്തമായി ഈ കാലഘട്ടങ്ങളിൽ ഉപയോഗിക്കുന്നല്ലോ, അതോർത്ത് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പിന്നെയും കർത്താവെ കടന്നു വന്ന ജനത്തെ ഒരു പ്രാവശ്യം കൂടി കരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ എല്ലാവരെയും അനുഗ്രഹിക്കണം. പ്രാർത്ഥന കേട്ടത് കൊണ്ട് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ താഴ്മയുടെ യാചിക്കുന്നു. സ്വർഗീയ പിതാവേ കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. ആശീർവാദം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സഹവാസവും കൂട്ടായ്മയും നാം ഓർത്ത് പ്രാർത്ഥിച്ച സകല പ്രാർത്ഥന അഭിഷേകത്തോടും പ്രാർത്ഥനയിൽ അറ്റൻഡ് ചെയ്ത എല്ലാ ദാസന്മാരോടും ഇന്ന് രാത്രികാല വചന പ്രഘോഷണം നടത്തിയ അഭിഷക്ത ദാസിയോടും കൂടെ കർത്താവിന്റെ രണ്ടാമത്തെ മേഘ പ്രത്യക്ഷത വരെ കൂടിയിരിക്കുമാറാകട്ടെ. ആമേൻ. ഇന്ന് രാത്രികാല വിജയം തന്ന ദൈവത്തെ നമുക്ക് കൈവച്ച് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമീൻ. കർത്താവേ വരണമേ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവത്തിന് മാനിക്കട്ടെ. എല്ലാവർക്കും കർത്താവിൽ വന്ദനത്തെ അറിയിക്കുന്നു. ദൈവം നമ്മളെ സഹായിക്കട്ടെ. വരുന്ന വെള്ളിയാഴ്ച നമുക്ക് ഒരുമിച്ച് കാണാം. വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ദൈവം എല്ലാവരെയും ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. ആമേൻ.